4 മൊഡ്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 4 മൊഡ്യൂളിലും കൂടി ആകെ ചിലപ്പോൾ 20 യൂണിറ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ യൂണിറ്റുകളെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്നുകൂടെ ചിലപ്പോൾ മുറിക്കേണ്ടതായിട്ടൊക്കെ വരും. മനസ്സിലായില്ലേ? 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വേണം എന്ന് പറഞ്ഞിട്ട് കൃത്യം 10 യൂണിറ്റുകൾ ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഒരിടത്ത് നിന്ന് ആകെ 2 ചോദ്യം ഇട്ടിട്ടുള്ളൂ. ഒരു യൂണിറ്റിൽ നിന്ന് 2 ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ഇട്ടിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കുമ്പോൾ എന്താ? ആവശ്യത്തിന് ചോയ്സ് ഇല്ല. ആവശ്യത്തിന് ചോയ്സ് ഇല്ല. നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു മൊഡ്യൂളിലെ ഒരു യൂണിറ്റിൽ നിന്ന് ഒരു ചോദ്യമല്ലേ എടുക്കൂ. അപ്പൊ ഒരേ ചോദ്യത്തെ തന്നെ അവിടെ ആവർത്തിച്ചാൽ പ്രത്യേകിച്ച് തകരാറുണ്ടോ? കാരണം എപ്പോഴാണെങ്കിലും ഒരു ചോദ്യം വരുള്ളൂ. പക്ഷെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതേ ഭാഷയിൽ ആവർത്തിക്കുക എന്നല്ല. എങ്ങനെ ആവർത്തിക്കണം? ഒരു മികച്ച ചോദ്യം ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ആക്ഷൻ വെർബുകളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നല്ല ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു ചോദ്യത്തെ ഫ്രെയിം ചെയ്യുന്ന ഭാഷ എങ്ങനെ വേണമെങ്കിലും ആകാമല്ലോ. ഇപ്പൊ GST നിങ്ങൾ ധാരാളം കേൾക്കുന്ന വാക്കാണല്ലോ ഇപ്പൊ GST എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ഈസ് GST? വെറുതെ GST എന്ന് എഴുതിയ ചോദ്യം. വാട്ട് ഈസ് GST എന്ന് എഴുതിയ ചോദ്യം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് GST? എക്സ്പ്ലെയിൻ GST. കമ്പയർ GST വിത്ത് ഓൾഡ് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ചോദ്യമാണ്. വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻ ഓഫ് GST ഇൻ ദ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന വേറൊരു ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് GST ഓൺ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന വേറൊരു ചോദ്യമാണ്. ചോദ്യങ്ങൾ ഓരോ ആക്ഷൻ വെർബ് ഉപയോഗിച്ചപ്പോൾ ചോദ്യത്തിന്റെ ലെവൽ കയറി പോയി. വെറുതെ GST എന്ന് പറഞ്ഞപ്പോൾ ഫുൾ ഫോം എഴുതിയാൽ മതിയായിരുന്നു. വാട്ട് ഈസ് GST എന്ന് ചോദിക്കുമ്പോൾ ഫുൾ ഫോം എഴുതിയാൽ പോലെ. മനസ്സിലായില്ലേ? എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് GST എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ചുകൂടെ കൂടി. ഇതിനെയാണ് നമ്മൾ ടാക്സോണമി ലെവൽ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ആക്ഷൻ വെർബുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഓരോ ആക്ഷൻ വെർബ് ഉപയോഗിക്കുമ്പോഴും ഈ ആക്ഷൻ വെർബുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു തകരാറ് എന്താന്ന് പറയാം. സംസ്കൃതംകാരൻ വിചാരിക്കുന്ന ആക്ഷൻ വെർബ് അല്ല നിങ്ങൾ ഒരു വിഷയത്തിൽ, അതായത് ഈ ആക്ഷൻ വെർബുകൾ ഹിറ്റ് ചെയ്യുന്നത് എല്ലായിടത്തും ഒരേ ഇന്റൻസിറ്റിയിലല്ല. മനസ്സിലായോ? അത് ഫിസിക്സിലെ അധ്യാപകൻ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആ എക്സ്പ്ലെയിൻ എന്നുള്ളത് നമ്മളുടെ വിശദമാക്കൽ ആവണമെന്നില്ല. മനസ്സിലായോ? മലയാളത്തിൽ നമ്മൾ പറയുമല്ലോ വിശദമാക്കുക എന്ന് പറയുന്നതായി ആവണമെന്നില്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇപ്പോ ഇതേപോലെ തന്നെ ഇപ്പൊ വാട്ട്, വെൻ, വെയർ എന്നൊക്കെ പറയുന്നതിന് വളരെ ചെറിയ സ്പേസേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ക്രിയേറ്റ് എന്നോ എക്സ്പ്ലെയിൻ എന്നോ ഒക്കെ പറയുമ്പോഴേക്കും അതിന്റെ സ്വഭാവം മാറിപ്പോകും. മനസ്സിലായില്ലേ? ഇനി ഈ വാട്ട് വെച്ച് തന്നെ വേറെ ചോദ്യം ഉണ്ടാക്കാം. ഇപ്പൊ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് GST എന്ന് ചോദിക്കുമ്പോൾ ഈ വാട്ടിനകത്ത് അത് ഒതുങ്ങി നിൽക്കുന്നില്ല, ആ ഫീച്ചേഴ്സിനകത്തേക്ക് പോയി അതിന്റെ കണ്ടന്റ്. മനസ്സിലായില്ലേ? വാട്ട് ഈസ് GST എന്ന് പറയുന്നതല്ല വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് GST എന്ന് പറയുന്നത്. രണ്ടും തുടങ്ങിയത് ഒരേ ആക്ഷൻ വെർബില. മനസ്സിലായോ? പക്ഷെ അവിടെ നിൽക്കുന്നുണ്ടോ? അത് ഇല്ല. അത് അവിടെ നിന്ന് കടന്നുപോയി. കാരണം ഫീച്ചേഴ്സ് എന്നുള്ള വാക്ക് ആദ്യം പറഞ്ഞ ആക്ഷൻ വെർബിനെ ഒന്നുകൂടെ വിപുലമാക്കി. അതാണ് ഈ ചോദ്യം വിടുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം. ഞാൻ ഇതിന്റെ പൊതുവായ വിഷയങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം ചോദ്യ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഒരു നല്ല ചോദ്യകർത്താവ് ആദ്യം ചെയ്യേണ്ടുന്നത് നമ്മുടെ മുന്നിൽ കിട്ടിയ വിഷയത്തിനകത്ത് നിന്ന് ഏതൊക്കെ തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. എങ്ങനെ കുഴപ്പിക്കാം എന്നുള്ളതല്ല. മനസ്സിലായില്ലേ? ചോദ്യം ഇടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുന്ന സ്ഥലമല്ല. നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിച്ചാൽ പരീക്ഷാ സമയത്ത് നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ ഒക്കെ തുമ്മുന്ന സാഹചര്യം. കുട്ടികൾ പലരെയും സ്മരിക്കും. മനസ്സിലായില്ലേ? ഏതവനാണിത്? സ്വാഭാവികമായിട്ടുണ്ടോ? വായിച്ചാൽ തിരിയാത്ത ഭാഷയിൽ ഇത് എഴുതിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഇത് കുട്ടിക്ക് എഴുതാനുള്ളതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും. അല്ലാതെ പണ്ട് മാഷന്മാര് നമ്മളെ ഉപദ്രവിച്ചതിന്റെ ബാക്കി അല്ലെ പരമ്പരാഗതമായിട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിപ്പോറണതാ, അതുകൊണ്ട് നീ ഇത് അനുഭവിച്ചേ കഴിയൂ എന്നുള്ളതല്ല ഇവിടുത്തെ ലോജിക്ക്. ഒരു ചോദ്യ പേപ്പർ കാണുമ്പോ ഒരു കുട്ടിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ കൂളിംഗ് പീരീഡ് ഉണ്ട്. മനസ്സിലായില്ലേ? ഞാൻ പലപ്പോഴും ആലോചിക്കും, മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂളിംഗ് പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും വെള്ളം തെളിച്ച് എഴുന്നേപ്പിക്കേണ്ടി വരും. എല്ലാത്തിന്റെയും ബോധം പോകും. ചോദ്യം മുഴുവൻ വായിച്ചാൽ കഴിഞ്ഞു, അറിയാവുന്നതോടെ മറന്നു പോകും. കാരണം അമ്മാതിരിയാണല്ലോ നമ്മൾ ചോദ്യം ഇടുന്നത്.
ചില ആൾക്കാരെ ചോദ്യം എഴുതാനൊക്കെ വിളിച്ചു കഴിഞ്ഞാണല്ലോ ഇംഗ്ലീഷിലൊക്കെ ചില വാക്ക് ഉപയോഗിച്ചോളൂ. മനസ്സിലായില്ലേ? ഇൻവിജിലേറ്ററോട് ചോദിച്ചാൽ അങ്ങനെ പോലും അറിഞ്ഞൂടാ. അങ്ങനെ ചോദ്യം ഇടരുത്. ഇത് കുട്ടികൾക്കുള്ളതാണ്. നമ്മൾ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കണ്ട, അത് അല്ലാതെ തന്നെ കുറയുന്നുണ്ട്. ചോദ്യം വായിച്ച് കുട്ടികളുടെ എണ്ണം കുറപ്പിക്കണ്ട. ഇപ്പൊ അങ്ങനെയുള്ള ചില ക്രമീകരണങ്ങളാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ചോദ്യബാങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു വൈഭവം ഈ ചോദ്യബാങ്ക് കണ്ടിട്ട് കൊള്ളാം, നല്ല ധാരണയുള്ള ആളാണ് ചോദ്യം ഇട്ടിരിക്കുന്നത് എന്ന് ഒരു കുട്ടിയും വിചാരിക്കില്ല. കുട്ടി എന്താ വിചാരിക്കുക? അല്ലെ, നിങ്ങൾക്ക് വിഷയത്തിൽ നല്ല ധാരണയുള്ള ആളാണ്, കൊള്ളാം, ഗംഭീരായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുട്ടി ഒരു ചോദ്യകർത്താവിനുള്ള കത്തെഴുതി തരില്ല. അയാൾക്ക് വേണ്ടത് എന്താ? അയാൾക്ക് വായിച്ചാൽ മനസ്സിലാവണം. മനസ്സിലായില്ലേ? അയാൾക്ക് വായിച്ചാൽ മനസ്സിലാവണം എന്ന് മാത്രമല്ല, കോൺഫിഡൻസോടുകൂടി ഒരു ഉത്തരം എഴുതാനാവണം. അല്ലേ, നമ്മളൊക്കെ പരീക്ഷ എഴുതിയവരാണ്. അതൊരു പരീക്ഷണമാവരുത്. എക്സ്പെരിമെന്റ് ഒന്നും ഇതിലില്ല. അതുകൊണ്ട് ചോദ്യം തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ വൈഭവം അല്ല അതിന് വരേണ്ടത്. എന്താണ്? കുട്ടിയെയാണ് അവസാനത്തെ വിദ്യ. ഞാൻ എപ്പോഴും പറഞ്ഞു തരാം, നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന ഏറ്റവും അക്കാദമികമായി മികവ് കാണിക്കാൻ, പരീക്ഷയിലെ മികവ് കാണിക്കാൻ പ്രയാസമുള്ള വിദ്യാർത്ഥിക്ക് ഞാൻ ഈ ചോദ്യം ഇട്ടാൽ അയാളെ അതെങ്ങനെ ബാധിക്കും? അതൊരു പ്രധാനപ്പെട്ട കൺസേൺ ആണ്. അങ്ങനെയാണ് പരീക്ഷ നടത്താൻ പറ്റൂല മാഷെന്നാണ്. അതല്ല പറഞ്ഞത്. അതായത് അവസാനത്തെ വിദ്യാർത്ഥിക്ക് ഇത് എത്രത്തോളം അപകടകരമായി. ഒരു ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് എല്ലാവരെയും അഡ്രസ് ചെയ്യണം. ഏറ്റവും മിനിമം എഴുതാൻ സാധിക്കുന്ന, പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അക്കാദമിക് മികവ് കാണിക്കാൻ സാധിക്കുന്ന ആൾക്കും ഒപ്പം തന്നെ എക്സലന്റ് ആയ അക്കാദമിക് കരിയർ ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കും ഒരു ചോദ്യ പേപ്പറിനെ ഒരേപോലെ അഡ്രസ് ചെയ്യാനാവണം. അവിടെ ആത്മവിശ്വാസം മാത്രം കണ്ടാൽ മതി, മാർക്ക് ഒരുപോലെ ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ മിനിമം ഞാൻ ഈ പേപ്പർ ജയിക്കാൻ വേണ്ടി എഴുതുന്ന ഒരാൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവുക. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരാൾ ചോദ്യ പേപ്പറിൽ എഴുതി കഴിയുമ്പോൾ എനിക്കിതിൽ ഏറ്റവും മികച്ച വിജയം ഉണ്ടാകും എന്നുള്ള തോന്നൽ ഉണ്ടാക്കും. ഇത് രണ്ടും ചോദ്യ പേപ്പറിൽ ഒരേപോലെ വരേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും ചോദ്യ പേപ്പറുകൾ ഇങ്ങനെയല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദ്യം ഇട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് കൊടുക്കുന്നത്, അഡ്രസ് ചെയ്യുന്നത് ഒരു സിസ്റ്റമാണ്, കമ്പ്യൂട്ടറാണ്. മനസ്സിലായില്ലേ? അതിന് ഈ പറയുന്ന കൺസേൺ ഇല്ല. മനസ്സിലായില്ലേ? കമ്പ്യൂട്ടറിന് കൺസേൺ ഇല്ല. കൺസേൺ ആർക്കുണ്ടാവണം? ചോദ്യം ഇടുന്ന ആൾക്കുണ്ടാവണം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് കൺസേൺ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തു വന്നാൽ അതിന്റെ അർത്ഥം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ കമ്പ്യൂട്ടർ ക്രൂരനാണ് എന്നല്ല, അല്ലെങ്കിൽ ക്രൂരയാണ്, ജെൻഡർ സെൻസിറ്റൈസേഷൻ വേണ്ട എന്നല്ല. പകരം എന്താണ്? ചോദ്യം ഇട്ടയാൾക്ക് ആ സാധനം ഇല്ല എന്ന കൺസേൺ. അല്ലാതെ കമ്പ്യൂട്ടർ വിചാരിച്ചിട്ട് സ്വന്തമായിട്ടൊന്നും അതിനകത്ത് ചെയ്യുന്നില്ല. അതിനോട് ആകെ പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു സിമ്പിൾ ലോജിക്കാണ്. എന്ത്? ഒരു യൂണിറ്റിൽ പോയിട്ട് ഈ ചോദ്യ പേപ്പറിലേക്ക് ഒരു ചോദ്യം എടുത്തോളൂ എന്നാണ്. അതിനറിഞ്ഞൂടാ ഇതിൽ ഏതാണ് കൺസേൺ ഉള്ള ചോദ്യം, ഏതാണ് കൺസേൺ ഇല്ലാത്ത ചോദ്യം. അപ്പൊ അത് ഇടുന്ന ആളുടെ കുഴപ്പമാണ്. പല ആളുകളും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി നമ്മളെ കുറിച്ചിട്ട് പറയും, സാറേ എന്തൊരു ചോദ്യം. ഞാൻ പറഞ്ഞത് എന്നോടല്ല, കണ്ണാടി നോക്കിയിട്ടാ ചോദിക്കേണ്ടത്, എന്തൊരു ചോദ്യമാണ് ഇട്ട് വെച്ചത്. കാരണം ഇവരൊക്കെ തന്നെ ചോദിച്ചിട്ട് നമ്മളായിട്ടൊന്നും ചെയ്തതല്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ വേണം. ഇതാണ് ഇപ്പൊ പറയാനുള്ളത്. ബാക്കി ഇതിന്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഉച്ച ആകുമ്പോഴേക്കും കയ്യിൽ സിലബസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ സ്വന്തം വിഷയവുമായി ചേർത്ത് വെച്ച് വേണം ആലോചിക്കാൻ. സാറ് കുറെ കാര്യങ്ങൾ പറയും, അത് പൊതുവായ വിഷയങ്ങളാണ് നല്ല ആലോചിക്കേണ്ടത്. നിങ്ങളുടെ വിഷയത്തിൽ ഇത് എങ്ങനെയാണ് എന്നാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കയറി സംശയം ചോദിച്ചു കളയരുത്. അങ്ങനത്തെ സംശയം ചോദിച്ചാൽ ബാക്കിയുള്ളവർക്ക് ആ സംശയത്തിനൊരു റിലവൻസും ഇല്ലാത്തതാണെന്ന് ഓർമ്മയാണോ? ചോദിക്കാനുള്ള സംശയങ്ങൾ കുറിച്ച് വയ്ക്കുക, ഒന്നുകിൽ ഒടുവിൽ ചോദിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന സംശയത്തിന്റെ മറുപടി അവസാനം കിട്ടിയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഇടയ്ക്ക് അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. ഫ്ലോയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു പോട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഉറക്കൊക്കെ വരും. ചായ ഉണ്ടോ? അപ്പൊ പറഞ്ഞ ചായ തരും. അപ്പോ കാരണം ഇതെന്താന്ന് വെച്ചാലേ സാങ്കേതിക കാര്യം പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ. ഞാനിപ്പോ പറയണ മാതിരി ലിമിൻ സാറ് സംസാരിക്കില്ല. ലിമിൻ സാറ് സംസാരിക്കുമ്പോൾ സാറ് പറയുന്നത് കുറച്ചുകൂടെ ടെക്നിക്കലായ കാര്യമായിരിക്കും. അതുകൊണ്ട് സാർ എത്ര വിചാരിച്ചാലും ആ ടെക്നിക്കൽ കാര്യം പറയാനാണല്ലോ വന്നത്, പറയാതെ പോയിട്ട് കാര്യമില്ല. രണ്ടുപേരെ വെറുതെ വിളിച്ച് ഉച്ചയ്ക്ക് ഊണ് കൊടുത്തു വിട്ടു എന്നാവരുത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇതിന് ഒരു കോളം കൂടി ഉണ്ടോ, കുറച്ച് ആൾക്കാർ കൂടി ഇരിക്കാൻ ക്ലാസ് കൂടിയോ കോളോ ഇതൊന്നും മുറിക്കാനാവും. എന്നാലും മതി.
എങ്ങനെയെങ്കിലും അങ്ങനെ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വിഷയക്കാരൊക്കെ ആയിട്ട് ചേർന്നിട്ടൊന്നിരുന്നാൽ കുറച്ചുകൂടെ ഉച്ച കഴിയുമ്പോൾ എളുപ്പമുണ്ടാവും. ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഇരിക്കാതെ സംസ്കൃതംകാരെ ഏതായാലും ഒരു കോർണർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഇവിടെയുള്ള ആളുകൾ ഒന്ന് ആ വിഷയത്തിൽ അടിസ്ഥാനമാക്കി ഇരുന്നാൽ നന്നാവും എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. ബാക്കി ഈ ഒരു സംവിധാനം നന്നായി നടക്കട്ടെ എന്നും 29-ാം തീയതി ആകുമ്പോഴേക്കും തരക്കേടില്ലാത്ത, അങ്ങനെ ഞാൻ പറയുള്ളൂ, തരക്കേടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ നമുക്ക് കഴിയട്ടെ എന്നും ഈ പറയുന്ന പോലെ ഞാനൊരു 20 സ്ലൈഡാണ് പ്രസന്റ് ചെയ്യുന്നത്. ഈ സ്ലൈഡ് ഓൾറെഡി കണ്ട കുറച്ച് കൂട്ടരെങ്കിലും ഇവിടെയുണ്ട്. എന്നിരുന്നാലും എല്ലാവരും പുതിയതായിട്ട് കുറെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഒന്നേന്ന് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങളെ വ്യത്യസ്തമായ മേഖലയിൽ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പറയുന്ന അത്ര കണ്ട് ഡയറക്റ്റ് ആയിട്ട് ഗ്രഹിച്ചെന്ന് വരികയല്ല. നിങ്ങളുടെ ഭാഷയിലേക്ക് സംസാരിക്കാൻ നമുക്കൊട്ട് കലാവാസന ഇല്ലതാണ്. അതുകൊണ്ട് ശ്രമിക്കുവാണ്. അപ്പം ഡിസ്കഷൻ ഫ്രൂട്ട്ഫുള്ളി ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പിന്നീട് നോക്കിയിട്ട് സംശയം ചോദിച്ചാവാം എന്ന് പറയാനുള്ള ഒരു ടൈം സ്പാൻ ഇതിനകത്തില്ല. അതുകൊണ്ട് പരമാവധി ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇതിന്റെ ബെനിഫിറ്റോടുകൂടി ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് നിങ്ങൾ കേപ്പബിൾ ആവുന്ന രീതിയിൽ ഇത് പൂർത്തിയാക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ 3ാമത്തെ സെമസ്റ്ററായി MGU UGP പ്രോസസ്സ് തുടങ്ങിയിട്ട്. ഇതിലെ 1-2 സെമസ്റ്ററുകളിൽ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് വഴി തന്നെയാണ് ഇത് പൂർത്തീകരിച്ചിരുന്നത്. പക്ഷെ പൂർത്തീകരിക്കാനായിട്ട് കുറെ സ്ട്രഗിളുകൾ ഇൻവോൾവ് ചെയ്ത അധ്യാപകർക്കുണ്ടായി. അപ്പൊ അതിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ലഘൂകരിക്കുന്നു. കൂടാതെ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ചെല്ലേണ്ട അവസ്ഥ വന്നു. കാരണം നേരത്തെ ഉണ്ടായിരുന്ന കോഴ്സുകളേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് കോഴ്സസ് ഇനിയുള്ള സെമ്മുകളിൽ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിതിനെ ഇങ്ങനെ ഒരു ലാർജർ ക്രൗഡിനെ ഒരു സ്പെസിഫിക് ഡിസിപ്ലിനിൽ അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം അന്നത്തെ ഒരു 200 പേരുള്ള ക്രൗഡിനകത്ത് നിങ്ങൾ പലരും ഡൗട്ടുകൾ അങ്ങനെ ഓപ്പൺ ആയിട്ടൊന്നും ചോദിച്ചില്ല. പക്ഷെ നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ നിങ്ങളെ പ്രത്യേകമായിട്ട് വന്ന് ഈ ഗൈഡൻസ് നൽകാമെന്നുള്ളത് തീരുമാനിച്ചത്. ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ ആദ്യം തൊട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിലബസ് പ്രിപ്പറേഷൻ തൊട്ട് നമ്മൾ അതിന്റെ പാർട്ടായിട്ടുണ്ട്. സിലബസിൽ നമ്മൾ കുറെയൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. നിങ്ങളുടെ സഹായങ്ങൾ നിങ്ങൾക്ക് അതിനെ ഈ രീതിയിലേക്കാക്കാൻ. കാരണം നിലവിൽ നിങ്ങൾ അങ്ങനെ ഒരു ചട്ടക്കൂടിലൂടെ അല്ലായിരുന്നു പോയിരുന്നത്. അപ്പൊ അതിന്റെ എതിർപ്പുകൾ അന്നേ നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെയുള്ളവരല്ല, നിങ്ങൾ പറയുന്ന ഭാഷയിൽ നിങ്ങളെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ അന്നേ തന്നെ കൺസേൺ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും നമ്മളൊരു സിസ്റ്റം റിഫോംസ് വരുമ്പോൾ എന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ചട്ടക്കൂടിൽ വരേണ്ട വന്നതാണ്. പക്ഷെ നിങ്ങളുടെ റിഫോംസ് അടുത്തത് പിന്നെയും വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് പിന്നെയും മോഡിഫിക്കേഷൻസ് വരാം അതിന്റെ തീരുമാനങ്ങളായി കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് അതിനെ ആ രീതിയിൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് പറ്റിയതല്ല എങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒന്ന് ഒത്തുചേരാൻ ശ്രമിക്കുക. ഇതില് നമ്മൾ ആമുഖമായിട്ട് പറയുന്നത് നിങ്ങൾ ആദ്യമേ തന്നെ സിലബസ് ആണ് നമ്മുടെ ആധികാരിക രേഖ. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നമ്മൾ ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിലബസിലൂടെയാണ്. അപ്പൊ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 3ാമത്തെ സെമ്മിലെ സിലബസ് എടുത്ത് അതിൽ ഒരു പരിധി വരെ നിങ്ങളുടെ ബോർഡ് കൺവീനിയേഴ്സ് അത് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അത് നമ്മളൊരു ഡൈവേഴ്സ് സമൂഹത്തിലേക്ക് കൊണ്ടുപോവാണ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഈ സെമ്മിൽ ഏതൊക്കെ വിഷയങ്ങൾക്കാണ് തിയറി പരീക്ഷ അല്ലെങ്കിൽ റിട്ടേൺ എക്സാം എന്ന് പറയുന്ന മോഡ് ആവശ്യമായി വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സംവിധാനത്തിലൂടെ ചോദ്യം ആവശ്യമുള്ളതിനെയാണ് ഈ കൺസേൺ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ പ്രാക്ടിക്കൽ ആണെങ്കിൽ അതിന് വേറൊരു പാറ്റേൺ ആണ് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫോളോ ചെയ്യാവുന്നത്. അപ്പൊ ആദ്യമേ തിയറി പരീക്ഷ ഏതൊക്കെയുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ചടങ്ങ്. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കൺവീനർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിനെ കൺവീനറുമായിട്ടൊന്ന് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനുശേഷം സിലബസിൽ വേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു ആ റിട്ടേൺ എക്സാം ആണ് നടത്തുന്നതെങ്കിൽ, അതിനെ നമ്മൾ തിയറി പരീക്ഷയാണ് നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് സ്ട്രക്ചർ ഉണ്ടാകണം. എത്ര പാർട്ട് ഉണ്ടാകണം, പാർട്ട് ABC എന്ന് പറഞ്ഞ പാർട്ടുകൾ ഉണ്ടാകണം. ആ പാർട്ടിനകത്ത് എത്ര ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകണം, ആ ക്വസ്റ്റ്യന്റെ നേച്ചർ എന്താകണം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണോ, അതോ ഡിസ്ക്രിപ്റ്റീവ് ആണോ, ഷോർട്ട് ആൻസർ ആണോ, വൺ വേർഡ് ആണോ, അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ, അതിനെ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം ഓരോ പാർട്ടിലെയും ക്വസ്റ്റ്യൻസിന്റെ മാർക്കുകൾ എത്രയാണ് അത് ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം അതിൽ എത്ര ക്വസ്റ്റ്യനിന്റെ ആൻസർ ആണ് വിദ്യാർത്ഥികൾ എഴുതേണ്ടത്
നമ്മൾ അതായത് ചോയ്സോട് കൂടിയിട്ടാണ് 10 എണ്ണത്തിൽ 7 എണ്ണമാണ് എഴുതണ്ടേ, അതോ 10 എണ്ണം കൊടുത്താൽ 10 എണ്ണം ആൻസർ ചെയ്യേണ്ടതാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുന്ന ടേബിൾ പറയുന്നത്. ഇത് കൂടാതെ 2 ഇൻഫർമേഷനും കൂടെ അതിൻ്റെ അകത്തുണ്ട്. 2 ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒന്ന് ഈ എക്സാമിന്റെ ഡ്യൂറേഷൻ, രണ്ടാമത്തെ ഇൻഫർമേഷൻ എക്സാമിന് വേണ്ട ടൈം ഡ്യൂറേഷനും മാർക്കും മാറിപ്പോയി, മാക്സിമം മാർക്ക് ഫോർ ദാറ്റ് എക്സാമും പിന്നെ ആ എക്സാം എഴുതാൻ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം. ഇത് രണ്ടും ഒരു ഫിക്സഡ് ലോജിക്കിലാണ് റിട്ടേൺ എക്സാമിന് ഫോളോ ചെയ്യുന്നത്. പ്രാക്ടിക്കൽ എക്സാം ആണെങ്കിൽ ആ സമയക്രമത്തിൽ മാറ്റം ഉണ്ടാവും, മാർക്കിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകില്ല. അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്യേണ്ട ആദ്യത്തെ ലോജിക്ക് മാർക്കിന്റെ കോണ്ടസ്റ്റിൽ പറയാം. യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് ഒരു ക്രെഡിറ്റിന് 25 മാർക്ക് എന്നുള്ള ബേസിക് റൂളാണ് ഫോളോ ചെയ്യുന്നത്. ഏത് തരത്തിൽ ഇവാലുവേഷൻ നടത്തിയാലും ഒരു ക്രെഡിറ്റ് അസസ്മെന്റ് നടത്തണമെങ്കിൽ 25 മാർക്ക് എന്നാണ്. ഇപ്പൊ 2 ക്രെഡിറ്റ് ഉള്ള കോഴ്സ് ആണെങ്കിൽ അതിന് 50 മാർക്കിലായിരിക്കും ഇവാലുവേഷൻ വേണ്ടത്. 3 ക്രെഡിറ്റ് ആണെങ്കിൽ 75 മാർക്കും 4 ക്രെഡിറ്റ് ആണെങ്കിൽ 100 മാർക്കും. ഇനി ഇതിന്റെ അകത്ത് തന്നെ ആദ്യത്തെ ലെവലിൽ 2 സ്പ്ലിറ്റ് അപ്പ് ഉണ്ട്. അതിലെ നമുക്കറിയാം OB നടത്താക്കിയൊന്നും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടപ്പാക്കിയപ്പോൾ നമ്മൾ അതിനെ 2 ആക്കി മാറ്റി. CC ആൻഡ് ESC, കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ്, അതിനെയാണ് നമ്മൾ CC എന്ന് പറയുന്നു. പിന്നെ സെമസ്റ്റർ അവസാനം നടത്തുന്ന എൻഡ് സെമസ്റ്റർ ഇവാലുവേഷൻ. എന്റെ നോർമൽ റൂൾ എന്ന് പറയുന്നത് ടോട്ടൽ മാർക്കിന്റെ 30% മാർക്ക് CC ആയിരിക്കാം, 70% മാർക്ക് എൻഡ് സെമസ്റ്ററിനുമാണ്. അങ്ങനെ വരുമ്പോ 100 മാർക്കിന്റെ, അതായത് 100 മാർക്ക് ഉണ്ടാകണമെങ്കിൽ എന്റെ ക്രെഡിറ്റ് 4 ആയിരിക്കും. 4 ക്രെഡിറ്റ് ഉള്ള 100 മാർക്കിന്റെ പരീക്ഷയ്ക്കൊപ്പം 30ഉം 70 എന്ന് പറയുന്ന ലോജിക്കായിരിക്കും. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു, അപ്പൊ 4 ക്രെഡിറ്റിന്റെ ഒരു തിയറി പരീക്ഷയാണ് നിങ്ങൾക്ക് ഇപ്പൊ നടത്തണമെങ്കിൽ അപ്പൊ അതിന്റെ മാക്സിമം മാർക്ക് നമുക്കറിയാം 70 ആണ്. അതിന്റെ 30 മാർക്കിന്റെ കാര്യം നിങ്ങൾ അതിന് മുമ്പ് ടേക്ക് ചെയ്യണം, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ പാർട്ടിലാണ്. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകേണ്ടത് 70 മാർക്കിന്റെ പരീക്ഷയാണ്. ഇനി അത് 3 ക്രെഡിറ്റിന്റെ കോഴ്സ് ആണെങ്കിൽ എന്താവും, 75 മാർക്കാണ് വേണ്ടത്. എൻഡ് സെമസ്റ്ററിനൊപ്പം 50 മാർക്കാണ് വേണ്ടത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 മാർക്കിന്റെ പരീക്ഷയായിരിക്കും ഉണ്ടാകുന്നത്. 25 മാർക്ക് CCA പാർട്ടിൽ പോകും. ഇനി 2 ക്രെഡിറ്റ് ആണെങ്കിൽ 50 മാർക്കിലാണ് ടോട്ടൽ മാർക്ക് വരേണ്ടത്. അതിലെ 35 മാർക്കായിരിക്കും എൻഡ് സെമസ്റ്റർ ഉണ്ടാകുന്നത്. 15 മാർക്കാണ് CCAക്ക് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് 1 ക്രെഡിറ്റ് ആണെങ്കിലും നമ്മൾ പരീക്ഷ മുഴുവൻ നടത്തുന്നത് 50 മാർക്ക്. ഞാൻ ആദ്യം പറഞ്ഞാൽ 1 ക്രെഡിറ്റിന് 25 മാർക്കാണ് പറഞ്ഞിരുന്നു. പക്ഷെ 1 ക്രെഡിറ്റിന്റെ ആയിട്ട് നമ്മൾ ഒരു അസസ്മെന്റ് നടത്തുകയില്ല. ആ അസസ്മെന്റിനെ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അതിനെ 50 മാർക്കിൽ നടത്തും. പക്ഷെ റിസൾട്ട് ആകുമ്പോൾ യൂണിവേഴ്സിറ്റി അതിനെ 25ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ്, 1 ക്രെഡിറ്റ് ആണെങ്കിലും 2 ക്രെഡിറ്റ് ആണെങ്കിലും 50 മാർക്കിന്റെ അസസ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. അതിലെ 15 മാർക്ക് CCAക്കും 35 മാർക്ക് ESCക്കും ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ആ കാര്യത്തിൽ വ്യക്തതയായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ 1 ക്രെഡിറ്റിന്റെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അസസ്മെന്റ് നടത്തുമ്പോൾ 35 മാർക്കായിരിക്കും. 2 ക്രെഡിറ്റ് ആണെങ്കിലും അസസ്മെന്റ് നടത്തുമ്പോൾ 35 മാർക്കായിരിക്കും. 3 ക്രെഡിറ്റ് ആണെങ്കിലും അസസ്മെന്റ് നടത്തുമ്പോൾ 50 മാർക്കായിരിക്കും. 4 ക്രെഡിറ്റ് ആണ് എൻഡ് സെമസ്റ്റർ നടത്തുമ്പോൾ 70 മാർക്കായിരിക്കും. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന മാർക്കുകൾ അതൊക്കെയാണ്. അപ്പം 35 ആയിരിക്കും. 1 ആണെങ്കിലും 2 ആണെങ്കിലും 35 മാർക്കിന്റെ പരീക്ഷ എന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. 3 ക്രെഡിറ്റിന്റെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 മാർക്ക് എന്നായിരിക്കും. 4 ക്രെഡിറ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 70 മാർക്ക് എന്നായിരിക്കും. അപ്പൊ നമ്മുടെ കാര്യം അതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ഐഡിയലി നമ്മുടെ സിലബസിൽ ഉണ്ടാകേണ്ടതാണ്. അതിനെ മാറ്റം വരുത്തി നേരത്തെ ഇല്ലെങ്കിൽ അത് കണ്ടെത്തി ചെയർമാൻമാർ അത് മാറ്റം വരുത്തിയിട്ടുണ്ടാകും. അപ്പൊ ഒറിജിനൽ സിലബസിൽ ഇല്ലെങ്കിലും അതിന്റെ അമെന്റ്മെന്റ് ആയിട്ട് ഇറങ്ങിയെടുത്ത് ഇതുണ്ടാകും. ഇതായിരുന്നു മാർക്ക് സംബന്ധിച്ചുള്ളത്. ഇനി അടുത്തത് സമയക്രമമാണ്. സമയക്രമത്തിലും ഇതേപോലെ ഒരു റൂൾ ഉണ്ട്. 1 ക്രെഡിറ്റിന് റിട്ടേൺ എക്സാമിന് 1/2 മണിക്കൂർ എന്നാണ് ലോജിക്ക്. അപ്പൊ 4 ക്രെഡിറ്റ് ഉള്ള കോഴ്സ് ആണെങ്കിൽ, അതായത് 70 മാർക്കിന്റെ കോഴ്സ് ആണെങ്കിൽ അതിന്റെ സമയം 2 മണിക്കൂറായിരിക്കും. 1 ക്രെഡിറ്റിന് 1/2 മണിക്കൂർ വെച്ച് 4 ക്രെഡിറ്റ് ആയതുകൊണ്ട് 2 മണിക്കൂറായിരിക്കും. 3 ക്രെഡിറ്റ് ആകുമ്പോൾ 1.5 മണിക്കൂറായിരിക്കും. 2 ക്രെഡിറ്റ് ആണെങ്കിൽ 1 മണിക്കൂറായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു അസസ്മെന്റ് നടത്തുന്നതെല്ലാം ആ പാറ്റേണിലായിരിക്കും.
ഇനി അതിൻ്റെ അകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ മോഡിലാണ് എക്സാം എങ്കിൽ അതിന്റെ സമയക്രമം ആ സിസ്റ്റത്തിനെ ആശ്രയിച്ചായിരിക്കും. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പലവും ഒരു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന, ഒന്നിൽ കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാകാം, അല്ലെങ്കിൽ വ്യത്യസ്തമായി സമയക്രമത്തിൽ ഉള്ളതുണ്ടാകാം. അപ്പൊ ആ രീതിയിലാണ് സമയത്തിനെ പറയുന്നത്. അപ്പൊ പ്രാക്ടിക്കലിന്റെ സമയം ഈ റൂള് വെച്ചിട്ട് ആപ്ലിക്കബിൾ അല്ല, ഇത് തിയറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയക്രമമാണ്. അപ്പൊ ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന അടുത്ത രണ്ട് കാര്യങ്ങൾ. 1 മണിക്കൂർ, 1 ക്രെഡിറ്റിന് 1/2 മണിക്കൂർ എന്നുള്ള ലോജിക്കിൽ. അപ്പം അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇനി കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കൺസേൺ, അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് റെഗുലേഷനിൽ എഴുതിയിരിക്കുന്നത് പരമാവധി 2 മണിക്കൂറും പിന്നെ ഉള്ളത് 1.25 മണിക്കൂർ എന്ന് പറയുന്നത് 1.25 എന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. 1.25 എന്ന് പറഞ്ഞാൽ നമ്മുടെ 1.25 മണിക്കൂറാണ്. അതായത് മിനിറ്റ് പറഞ്ഞാൽ 75 മിനിറ്റ് ആയിരിക്കും വരുന്നത്. 0.45 അവർ എന്ന് പറയുന്നത് നമ്മൾ 3/4 മണിക്കൂർ എന്ന് പറയുന്ന ലോജിക്കിലാണ്. ഇപ്പൊ 0.75 അവർ എന്നായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 45 മിനിറ്റ്സ് എന്നായിരിക്കും ഉണ്ടാകുന്നത്. അതാണ് സമയത്തിന്റെ കാര്യമുള്ളത്. ഇത് രണ്ട് കാര്യങ്ങളും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അഡീഷണൽ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഇതുണ്ടോ എന്നൊന്ന് നോക്കുക. ഇത് നിങ്ങൾക്ക് നോക്കേണ്ട സ്ഥലം ഞാനത് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഇങ്ങനെ തന്നെയാണോ വന്നേക്കുന്നത് നിങ്ങൾ തന്നെ നോക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഓരോ കോൺട്രിബ്യൂട്ടേഴ്സ് അല്ല, കോർഡിനേറ്റർ ലെവൽ അത് വെരിഫൈ ചെയ്യാവുന്നതാണ്. കോൺട്രിബ്യൂട്ടറിന് വേണേൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത് കോർഡിനേറ്റർ ലെവലിലാണ് ഈ ചേഞ്ചസ് ഉണ്ടെങ്കിൽ. ഈ രണ്ട് കാര്യങ്ങൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് ഈ പറയുന്ന കാര്യം ചെയ്യേണ്ടത് കോൺട്രിബ്യൂട്ടേഴ്സ് അല്ല, കോർഡിനേറ്റേഴ്സ് ചെയ്യേണ്ട കാര്യമാണ് എന്ന് കരുതി കോൺട്രിബ്യൂട്ടേഴ്സിന് ഇപ്പൊ നമുക്ക് ഇതിന്റെ ഹയറാർക്കി നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ലോഗിനുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ വരുന്നത് ചീഫ് എക്സാമിനർ, വെക്ടർ, ഇത് രണ്ടും കൂടെ കൂടിയിട്ടായിരിക്കും കോർഡിനേറ്റേഴ്സിന് കിട്ടുന്ന ലോഗിൻ. ചീഫ് എക്സാമിനറും പിന്നെ വെക്ടർ എന്ന് പറയുന്ന റോൾ ആയിരിക്കും കോർഡിനേറ്റർ ലെവലിലുള്ള ലോഗിൻ. മറ്റത് കോൺട്രിബ്യൂട്ടേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ലോഗിന്റെ പേര് എക്സാമിനർ എന്ന് പറയുന്ന രീതിയിലായിരിക്കും ലോഗിൻ വരുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇനി കോർഡിനേറ്റർ തന്നെ എക്സാമിനർ വേണമെങ്കിലും ആകാം. അത് താഴെയുള്ള ലോയർ ആയതുകൊണ്ട് അയാൾക്ക് ക്വസ്റ്റ്യൻ ഇടാനുള്ള പ്രിവിലേജ് ഉണ്ട്. ഇതാണ് അതിനകത്തെ കൺസെപ്റ്റ് ഉള്ളത്. ഒരു കോൺട്രിബ്യൂട്ടർക്ക് അദ്ദേഹം ഇട്ട ക്വസ്റ്റ്യൻ മാത്രമേ കാണത്തുള്ളൂ. അതേസമയം കോർഡിനേറ്ററിന്റെ കീഴെ ഉള്ള എല്ലാ എക്സാമിനേഴ്സും ഇട്ട ക്വസ്റ്റ്യനുകൾ വിസിബിൾ ആയിരിക്കും. പിന്നെ ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ആള് കോൺട്രിബ്യൂട്ടേഴ്സ് അല്ല, ക്വസ്റ്റ്യൻ കോർഡിനേറ്റർ. അപ്പൊ ഒരു കോഴ്സിന് ഒരു കോർഡിനേറ്റർ ഉണ്ടാവുള്ളൂ. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ചെയ്യാൻ പറയുന്ന കാര്യം. ആ ചെയ്യാൻ പറയുന്ന കാര്യത്തിനെ കുറിച്ചായിരുന്നു സുമേഷ് സാർ ആമുഖമായിട്ട് മുമ്പേ സൂചിപ്പിച്ചത്. നമുക്കറിയാം നമ്മുടെ സിലബസിൽ പല മൊഡ്യൂളുകളുണ്ട്. ആ മൊഡ്യൂളിന് നമുക്കൊരു റൂൾ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 4 നമുക്കുള്ള കോഴ്സസ് എന്ന് പറഞ്ഞാൽ 2 തരം കാറ്റഗറി ഓഫ് കോഴ്സസ് ഉള്ളായിരുന്നു. 4 ക്രെഡിറ്റിന്റെ കോഴ്സോ 3 ക്രെഡിറ്റിന്റെ കോഴ്സോ. 4 ക്രെഡിറ്റ് ഉള്ള കോഴ്സിന്റെ അകത്ത് 5 മൊഡ്യൂൾ ആയിരുന്നു സിലബസിൽ ഉണ്ടായിരുന്നത്. 5 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 4 മൊഡ്യൂള് സിലബസിന് വേണ്ടിയിട്ടും 5ാമത്തെ മൊഡ്യൂള് ടീച്ചർ സ്പെസിഫിക് കണ്ടന്റിന് വേണ്ടിയിട്ടുമായിരുന്നു. നമ്മുടെ എൻഡ് സെമസ്റ്റർ ഇവാലുവേഷനെ സംബന്ധിച്ച് 5ാമത്തെ മൊഡ്യൂൾ ആപ്ലിക്കബിൾ അല്ല. ടീച്ചർ സ്പെസിഫിക് കണ്ടന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചോദിക്കേണ്ടത്, അതിന്റെ അസസ്മെന്റ് നടത്തേണ്ടത് CCA പാർട്ടിലാണ്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് വരരുത് ടീച്ചർ സ്പെസിഫിക് കണ്ടന്റിലുള്ളത്. അപ്പൊ പിന്നെ 3 ക്രെഡിറ്റിന്റെ കോഴ്സ് ആണെങ്കിൽ 4 മൊഡ്യൂൾ ആയിരിക്കും. അപ്പൊ അതിൽ 3 മൊഡ്യൂള് ഈ എൻഡ് സെമസ്റ്റർ ആപ്ലിക്കബിൾ ആണ്. 4ാമത്തെ മൊഡ്യൂള് ടീച്ചർ സ്പെസിഫിക് കണ്ടന്റ് ആണ്. അപ്പൊ അതും ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് വരരുത്. അപ്പൊ ക്വസ്റ്റ്യൻ ബാങ്കിനെ സംബന്ധിച്ച് 4 ക്രെഡിറ്റിന്റെ കോഴ്സിന്റെ അകത്ത് എത്ര മൊഡ്യൂൾ ഉണ്ടാവും? 4 മൊഡ്യൂൾ ഉണ്ടാവും. 3 ക്രെഡിറ്റിന്റെ കോഴ്സ് ആണെങ്കിൽ 3 മൊഡ്യൂൾ ഉണ്ടാവും. അപ്പൊ അതിന് മാറ്റം വരുത്തരുത്. അപ്പൊ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. സിലബസ് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ബാങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിൽ ആദ്യം ചെയ്യേണ്ടതാണ് ഈ മൊഡ്യൂൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാന്നുള്ളത്. അപ്പൊ സിലബസിലുള്ള മൊഡ്യൂളുകൾ എടുക്കുന്നു, അതിന് നിങ്ങൾക്ക് ഒരു ഷോർട്ട് നെയിം കൊടുക്കാം. ആ മൊഡ്യൂളിന് സിലബസിൽ ഒരു ടൈറ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു ടൈറ്റിൽ ഉണ്ടാകാം. സിലബസിലുള്ള അതേ കാര്യങ്ങൾ കൊണ്ട് ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇടണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അതിന്റെ ഒരു ടെക്നിക്കാലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സിലബസിൽ ആ മൊഡ്യൂളിന് ഒരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ അതേ ടൈറ്റിൽ മാത്രം കൊണ്ട് ഈ സിലബസ് അപ്ലോഡ് ചെയ്യുന്നത് ചെയ്താൽ മതി. അതിന്റെ കണ്ടന്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. സിസ്റ്റം ആ കണ്ടന്റും ക്വസ്റ്റ്യനുമായിട്ട് മാപ്പ് ചെയ്യുന്ന ചെക്ക് ചെയ്യുന്ന പരിപാടി ഒന്നും ചെയ്യുന്നില്ല. സിസ്റ്റത്തിനെ സംബന്ധിച്ച് ഒരു മൊഡ്യൂൾ ഉണ്ടെന്ന് അറിയുകയും ആ മൊഡ്യൂളിന് ഒരു പേരുണ്ടായാൽ മതി. ആ മൊഡ്യൂളിൽ എന്താണെന്ന് പോലും സിസ്റ്റം ചെക്ക് ചെയ്യാറ്. അപ്പം നിങ്ങൾ സിലബസിലുള്ള എല്ലാ കണ്ടന്റും എടുത്ത്
ആ മൊഡ്യൂളിൽ കൊണ്ട് ഇടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു നെയിം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഏത് മേഖലയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പേര് കൊടുക്കുക എന്നുള്ളൂ. അപ്പം ആ മൊഡ്യൂൾ പാർട്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസിലാണ്. 4 ക്രെഡിറ്റിന്റെ കോഴ്സ് ആണെങ്കിൽ 4 മൊഡ്യൂൾ ഉണ്ടെന്ന് അതിനകത്ത് എൻ്റർ ചെയ്യണം. 3 ക്രെഡിറ്റിന്റെ കോഴ്സ് ആണെങ്കിൽ 3 മൊഡ്യൂൾ ഉണ്ടെന്ന് എൻ്റർ ചെയ്യണം. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം സിലബസിന്റെ അകത്തെ മൊഡ്യൂളുകൾക്ക് യൂണിറ്റുകളാക്കുക എന്നുള്ളതാണ്. അതായിരുന്നു മുമ്പ് സൂചിപ്പിച്ചത്. മൊഡ്യൂളിനെ യൂണിറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചോദ്യം ചോദിക്കുന്ന ഏരിയനെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യണം, പല മേഖലകളാക്കി മാറ്റണം. ആ പ്രൊസീജിയറാണ്. അപ്പൊ ആ മേഖലകളാക്കുന്നതിന്റെ പർപ്പസ് പറഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യന്റെ എണ്ണത്തിനനുസരിച്ച് അതിന് മുകളിലും ഉണ്ടാകണം. അതിന് കാരണം ഇതാണ്, നമ്മുടെ പണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പരീക്ഷ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ അലിഗേഷൻ വന്നിരുന്നത് എന്താണ്? എ പാർട്ടിൽ ചോദിച്ച അതേ ചോദ്യം തന്നെ ബി പാർട്ടിലോ സി പാർട്ടിലോ ഉണ്ടെന്നാണ്. അതായത് ആൾക്കാർ ഇടുമ്പോൾ അത് സ്ക്രൂട്ടണി ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാതെ വന്നപ്പോൾ ഉണ്ടായിരുന്ന എററായിരുന്നു. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സംവിധാനം വന്നപ്പം എടുത്ത പോളിസിയാണ് ഈ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന യൂണിറ്റുകളിൽ നിന്ന് ഒരു യൂണിറ്റിൽ നിന്ന് ഒരു ചോദ്യം എവിടെയെങ്കിലും ചോദിച്ചാൽ പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിടത്തും അതേ യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നില്ല. അപ്പൊ ആ യൂണിറ്റിന്റെ പർപ്പസ് അതാണ്. എന്താണ്? ഈ റിപ്പീറ്റേഷൻ ഒഴിവാക്കുക. വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് എടുത്താൽ പിന്നെ 50 ചോദ്യം ഉണ്ടെങ്കിലും ആ യൂണിറ്റിൽ നിന്ന് ചോദിക്കത്തില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു തിരിച്ചു ചോദിച്ചാൽ എന്താണ്? നമുക്ക് 20 ചോദ്യമാണ് വേണ്ടത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ആ ചോദ്യം എടുത്താൽ പിന്നെ ആ യൂണിറ്റിന്റെ അത് 10,000 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഉപയോഗിക്കില്ല. അപ്പൊ നമ്മൾ അതിനെ അതേസമയം അടുത്തൊരു മൊഡ്യൂളിൽ നിങ്ങൾ ആ പടെ 2 ചോദ്യം ഇട്ടിട്ട് യൂണിറ്റിൽ 2 ചോദ്യം ഇട്ടിട്ടുള്ളെങ്കിൽ അതിൽ നിന്ന് എടുക്കാനുള്ള ചാൻസും കുറവാണ്. ഇതിനെ മനസ്സിലാക്കാൻ ഇതാണ്, ഈ ചോദ്യം എടുക്കുന്ന ഒരു സിസ്റ്റം ആണല്ലോ. സിസ്റ്റം എങ്ങനെയാണ് ചോദ്യം എടുക്കുന്നത് നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം. അതിന്റെ ആവശ്യകതയെ കുറിച്ച് നമുക്ക് ബോധമാകും. ചോദ്യം എടുക്കുന്നത് വെച്ചാല് ഇപ്പൊ ഞാൻ ഇത്രയും പേരിൽ ഇത് നിങ്ങളെല്ലാവരും ഓരോ ചോദ്യമാണെന്ന് വിചാരിക്കുക. ഈ ചോദ്യം എടുക്കുന്ന വെച്ചാല് ഒന്നാമത്തെ ചോദ്യത്തിന് വേണ്ടി ഒരു ചോദ്യം എടുക്കണമെന്ന് ക്വസ്റ്റ്യൻ ബാങ്ക് തീരുമാനിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് പോയി ഇവിടെ നിന്ന് ഒരാളുടെ തല പിടിക്കും. ആ അയാളെ എടുത്തോണ്ട് വന്നതിന് ശേഷമാണ് നോക്കുന്നത് ഇത് ഒന്നാമത്തെ ചോദ്യത്തിന് ഇടാൻ പറ്റിയ ചോദ്യമാണോ. അങ്ങനെ എടുത്തോണ്ട് ചുമ്മാ റാൻഡമായിട്ട് പോയി എടുത്തോണ്ട് വരുമ്പോ എന്ത് സംഭവിക്കണം? ഇവിടെ ഇടാൻ പറ്റിയ ചോദ്യമാകണം. ഇവിടെ ഇടാൻ പറ്റിയ ചോദ്യമാകണമെങ്കിൽ എന്ത് വേണം? തിരിച്ചു നോക്കിയേ, ഇവിടെ ഇരിക്കുന്നതില് നല്ല നമ്പർ ഓഫ് ആൾക്കാര് ആ ചോദ്യത്തിന് പറ്റിയതാണെങ്കിലല്ലേ അത് എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, ഈ കോർണറിൽ ഒരാൾ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ എടുക്കുന്ന അതിലൂടെ മുഴുവൻ കടന്നു നോക്കുക, അവിടെ 50 പേരുണ്ട്. ആ ചോദ്യത്തിന് പറ്റിയ ആള് ഇവിടെ ഒരെണ്ണം മാത്രമേ ഇരിപ്പുള്ളൂ. എത്ര കണ്ട് തപ്പിയാലും കിട്ടുമോ? ഇല്ല. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ബാങ്ക് വർക്ക് ചെയ്യാതെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മിനിമം ഷൂറിറ്റി കൊണ്ടുവരാം. എന്ത് ചെയ്യാം? ഒരു കോളത്തിൽ എല്ലായിടത്തും ആ ചോദ്യത്തിന് പറ്റിയ ആൾക്കാരെ പ്ലേസ് ചെയ്യുക, അടുത്ത കോളത്തിലും അടുത്ത ചോദ്യത്തിന് പറ്റിയ ഒരാളെ പ്ലേസ് ചെയ്യുക. അതുകൊണ്ടാണ് ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഓരോ കാറ്റഗറിയിലും 10 ഇരട്ടി ചോദ്യമെങ്കിലും ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പോയി എടുക്കുമ്പോ ആദ്യത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ കിട്ടിയില്ലെങ്കിലും അത് കഴിഞ്ഞ് പറയുന്ന പ്രാവശ്യങ്ങളിൽ അതിന് പറ്റിയൊരു ചോദ്യം കിട്ടും. അപ്പൊ അതാണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ചോദ്യ ബാങ്കില് 300 ചോദ്യം ഉണ്ടായിട്ട് പോലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം എന്താണ്? 300 ചോദ്യം ഉണ്ട്, പക്ഷെ ഈ 300 ചോദ്യം എല്ലായിടത്തുമായിട്ട് വീതം വെച്ചല്ലിരിക്കുന്നേ. പകരം 1-2 മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ 250 ചോദ്യം ഉണ്ടാകുകയും ബാക്കി എല്ലാവർക്കും കൂടെ കൂടിയിട്ട് 50 ചോദ്യമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്. അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് ലോജിക്ക് പറയുകയാണ്. അതായത് അവിടെ ചെല്ലുമ്പോൾ കാണണമെങ്കിൽ എന്ത് വേണം? അവിടെ ആദ്യമേ ആളുണ്ടാകണം. ആ ആളെ ഉണ്ടാക്കാനുള്ള മെത്തേഡാണ് ഇനി പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് യൂണിറ്റിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രൊസീജിയർ. യൂണിറ്റിന്റെ പർപ്പസ് മനസ്സിലായല്ലോ. ഒരു യൂണിറ്റിൽ നിന്ന് ഒരു ചോദ്യമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയും ചോദിക്കാവുള്ളൂ. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തുള്ള ലോജിക്കുകൾ പറഞ്ഞാൽ ഏറ്റവും മിനിമം 20 ചോദ്യമാണ് ചോദ്യ പേപ്പർ വേണ്ടെങ്കിൽ 20 യൂണിറ്റ് ഉണ്ടാക്കിയാൽ ഇത് ഈസി ആയിട്ട് നടക്കുമോ? മിനിമം റിക്വയർമെന്റ് ആണ് അപ്പം 20 യൂണിറ്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം? യൂണിറ്റിന്റെ എണ്ണം കൂട്ടണം. അപ്പൊ എത്ര കണ്ട് കൂട്ടുന്നോ
എഫക്റ്റീവ് ആണ് എന്ന് കരുതി വലിയ ലാർജ് നമ്പർ ആക്കി കൊണ്ടുപോകരുത്. അതിൽ നിന്നൊരു 5 or 6 നമ്പർ കൂട്ടി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കാര്യം മാനേജ് ചെയ്യാം. അപ്പൊ 20 ചോദ്യമുണ്ട്, 25 യൂണിറ്റും ഉണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇനി അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, ഒരേ മേഖലയിൽ നിന്ന് രണ്ടാമതൊരു ചോദ്യം വരരുതെന്നാണ്. അപ്പൊ നമ്മൾ യൂണിറ്റ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും മിനിമം ആയിട്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന യൂണിറ്റുകളെ ആക്കാവുള്ളൂ. ഒരേ കാര്യം തന്നെ കൊണ്ട് 2 യൂണിറ്റിൽ ഇടരുത്. അപ്പൊ റിസൾട്ട് എന്താവും? ഒരേ മേഖലയിൽ നിന്നുള്ള ചോദ്യം ചോദിക്കുന്നത് പോലെ വരും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലാക്കിയ കാര്യങ്ങളെ വെച്ചിട്ട് ഇതിന് പരമാവധി വ്യത്യസ്തമാക്കാവുന്ന രീതിയിലായിരിക്കണം യൂണിറ്റ്. ഒരു മോഡ്യൂളിൽ നിന്ന് തന്നെ നമുക്ക് 5 യൂണിറ്റ് വേണമെന്ന് വെച്ചോ, ആ 5 യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ ആ മോഡ്യൂളിലെ തന്നെ 5 വ്യത്യസ്ത മേഖലകളാക്കി അതിനെ മാറ്റാൻ പറ്റണം. അപ്പൊ നമുക്കറിയാം സിലബസിൽ ചിലപ്പോൾ ഒരു ടൈറ്റിലേ ഉള്ളൂ. ആ ടൈറ്റിൽ പക്ഷെ നമുക്കറിയാതെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ 10-15 മണിക്കൂർ എടുത്തിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ആ സ്വാഭാവികമായിട്ട് എന്താണ്, അതിന്റെ ആദ്യ പാർട്ട് നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ പറയും. ആ ക്ലാസ്സിനെ വെച്ച് ബിൽഡപ്പ് ചെയ്താണ് ഈ 15 മണിക്കൂർ പോകുന്നത്. പക്ഷെ ടൈറ്റിൽ എന്തേ ഉള്ളൂ? ഒരു ടൈറ്റിലേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ ഈ കണ്ടന്റ് ഡെലിവറി ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് പല പ്രോസസ്സ് അതിനകത്ത് ഉണ്ടാവും. ആ പ്രോസസ്സുകളെ വെച്ചിട്ട് എന്ത് ചെയ്യണം? യൂണിറ്റുകൾ ഉണ്ടാക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോൾ 4 മൊഡ്യൂളുണ്ട്. 4 മൊഡ്യൂളിനകത്തും ഓരോ ടൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ആ ടൈറ്റിലിന്റെ അകത്ത് ആ ഒരു ടൈറ്റിലേ ഉള്ളിൽ നമുക്കറിയാം എന്താണ് അത് പഠിപ്പിക്കുമ്പോൾ പല പല കാര്യങ്ങളായിട്ടാണ് നമ്മൾ അതിനെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ആ പല പല കാര്യങ്ങളായിട്ട് ഇതിനെ യൂണിറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ യൂണിറ്റ് ഡിവിഷൻ ആണ്. അപ്പൊ വേണ്ട ക്രൈറ്റീരിയ ഇതാണ്. എത്ര ചോയ്സോട് കൂടിയിട്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞ 20 ചോദ്യം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, 20 ചോദ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥി ആൻസർ ചെയ്യേണ്ട ചോദ്യം എന്നല്ല, ക്വസ്റ്റ്യൻ പേപ്പറെ വരുന്ന ചോദ്യം. അതായത് ആദ്യത്തെ എ പാർട്ടി 10 ചോദ്യമുണ്ട്, അതിൽ 7 എഴുതി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് 7 യൂണിറ്റ് വേണമെന്നല്ല, പകരം 10 യൂണിറ്റ് വേണമെന്നാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്പർ ഇടുമ്പോൾ എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ ഓഫ് യൂണിറ്റോ അതിന് കൂടുതലോ ഉണ്ടാകണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 4-5 യൂണിറ്റ് കൂടുതൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം വർക്കൗട്ട് ആവും. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ഈ യൂണിറ്റിനെ സ്പ്ലിറ്റപ്പ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു സിലബസുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും നിങ്ങൾ കൊണ്ടുവരണം. സിലബസിന്റെ സ്കോപ്പിലുള്ള കാര്യങ്ങൾ എന്ത് വേണേലും നിങ്ങൾക്ക് കൊണ്ടുവരാം. ഔട്ട് ഓഫ് സിലബസ് ആകാതിരുന്നാൽ മതി. ഞാനിപ്പോ പറഞ്ഞില്ല, ഒരു ടൈറ്റിൽ ഉണ്ട്, ആ ടൈറ്റിൽ സബ് ഡിവിഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മളായിട്ട് അതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ? ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, അതിനെ സബ് ഡിവൈഡ് ചെയ്ത് പല പല പീസ് ആകുന്നു. അങ്ങനെ പീസ് ആകുമ്പോൾ ഒരു കാരണവശാലും സിലബസിന്റെ സ്കോപ്പിന് വെളിയിലേക്ക് കൊണ്ടുപോകരുത്. നമുക്ക് ലോജിക്കൽ റീസണിനോട് പറയുന്നത്, നമ്മളത് പഠിപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പഠിപ്പിക്കാത്ത ഒരു മേഖലയിലേക്ക് അതിനെ കൊണ്ടുപോകരുത്, ഔട്ട് ഓഫ് സിലബസ് ആകരുത്. അന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു ആൾക്കാർ കംപ്ലൈന്റ് പറയുമല്ലോ, സിലബസിൽ ഇല്ലാത്ത മേഖലയിൽ ചോദ്യം ചോദിച്ചെന്ന്. ആ റീസൺ ഉണ്ടാകാത്ത രീതിയിൽ വേണം നിങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ. അതായത് ഈ ടൈറ്റിലിനോട് കോമ്പാറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം യൂണിറ്റുകൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. ഈ യൂണിറ്റ് ഡിവിഷന്റെ കാര്യവും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. വേണ്ടത് അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിച്ചായിരുന്നു, നമുക്കൊരു പാർട്ട് എയിലേക്ക് ഒരു ക്വസ്റ്റ്യൻ എടുക്കണമെന്ന് കരുതിയിട്ട് ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് മുഴുവൻ പാർട്ട് ഡിയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് കാര്യം നടക്കുകയല്ല. എന്ത് വേണം? ആ പാർട്ട് എക്ക് പറ്റിയ രീതിയിൽ ആ യൂണിറ്റിൽ നിന്ന് ചോദ്യം ഉണ്ടാകണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറെ യൂണിറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിലെ ഓരോ യൂണിറ്റിൽ നിന്നും എല്ലാ പാർട്ടിലേക്കും പരമാവധി ക്വസ്റ്റ്യൻ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഇത് പോസിബിൾ ഇല്ല. അതായത് നമുക്ക് ഒരു യൂണിറ്റ് ഉണ്ടാക്കി ആ യൂണിറ്റിൽ നമ്മൾ പാർട്ട് എയിലേക്ക് മാത്രമാണ് ചോദ്യം ഇട്ടാലും ഈ പ്രശ്നം ഉണ്ടാകും. നമ്മൾ യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാ യൂണിറ്റ് ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ ആ യൂണിറ്റിൽ നിന്ന് പാർട്ട് എയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ പാർട്ട് ബിയിലും സിയിലും ഒന്നും ചോദ്യമില്ലെങ്കിൽ ഇതേപോലെ തന്നെ ചോയ്സ് എടുക്കാനില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, റാൻഡമായിട്ട് പോയി എടുത്തോണ്ട് വരുവാണ്. അപ്പൊ എടുത്തോണ്ട് വന്നാൽ എന്തായിരിക്കും? എനിക്ക് വേണ്ടത് പാർട്ട് എയുടെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എടുത്തോണ്ട് വന്നേക്കുന്നത് പാർട്ട് ഡി എന്നാണെങ്കിൽ നടക്കുകയല്ല. അപ്പൊ അടുത്ത എൻഷുർ ചെയ്യേണ്ടത് എന്താണ്? നമ്മളിങ്ങനെ യൂണിറ്റ് ഡിവൈഡ് ചെയ്താൽ ആ യൂണിറ്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയും പാർട്ട് ബിയും പാർട്ട് സിയും ഉണ്ടെങ്കിൽ ആ യൂണിറ്റിൽ നിന്ന് പാർട്ട് എയിലും ക്വസ്റ്റ്യൻ ഇടുക, പാർട്ട് ബിയിലും ക്വസ്റ്റ്യൻ ഇടുക, പാർട്ട് സിയിലും ക്വസ്റ്റ്യൻ ഇടുക. അപ്പൊ അതാണ് അടുത്ത റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇനി സിഒ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ നമുക്ക് ഇത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്,
നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്റെ എങ്ങനെ ചോദ്യം ചോദിക്കണം എന്നുള്ളൊരു ആശയം വേണം. അതായത് നമുക്കൊരു 4 ക്രെഡിറ്റിന്റെ കോഴ്സ് ആണെങ്കിൽ ഫുള്ള് തിയറി ആണെങ്കിൽ അതിന്റെ മണിക്കൂറിന്റെ ലോജിക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാമോ? ഒരു ക്രെഡിറ്റ് 4 ക്രെഡിറ്റ് തിയറി ആണെങ്കിൽ ഒരു ക്രെഡിറ്റിന് 15 മണിക്കൂർ എന്നാണ് കണക്ക്. അപ്പൊ 4 ക്രെഡിറ്റിന്റെ കോഴ്സ് ഫുള്ള് തിയറി ആണെങ്കിൽ അതിന് 60 മണിക്കൂർ എന്നുള്ള ലോജിക്കാണ്. പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റിന് 15 മാറി 30 ആകുന്നതാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ 4 മൊഡ്യൂൾ ആണെങ്കിൽ ഈ കിട്ടിയേക്കുന്ന 60 മണിക്കൂറിനെ 4 മൊഡ്യൂളിലായിട്ട് വീതം വെച്ചിട്ട് കാണുമല്ലോ. അപ്പം അതിൽ ഒരു മൊഡ്യൂളിന് 15 മണിക്കൂറും അടുത്തതിന് 25 അങ്ങനെ വീതം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം 25 മണിക്കൂർ അലോട്ട് ചെയ്ത മൊഡ്യൂളിൽ നിന്നായിരിക്കണം കൂടുതൽ ചോദ്യം വരേണ്ടത്, അല്ലെ? അപ്പം സ്വാഭാവികമായിട്ടും യൂണിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 മണിക്കൂറുള്ള മൊഡ്യൂളിൽ നിന്ന് കൂടുതൽ യൂണിറ്റ് വരും. കൂടുതൽ ചോദ്യം ചോദിക്കണം. കൂടുതൽ ചോദ്യം ചോദിക്കണമെങ്കിൽ കൂടുതൽ യൂണിറ്റ് ഉണ്ടാകണം. അപ്പൊ ആ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അപ്പൊ മൊഡ്യൂളിന്റെ കാര്യം പറഞ്ഞു. മൊഡ്യൂളിനെ നമ്മൾ യൂണിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇനി ഇതിന്റെ കൂടെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മൊഡ്യൂൾ പറയുന്നതിന്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, കോഴ്സ് ഔട്ട്കം. ഈ കോഴ്സ് ഔട്ട്കത്തിന് ഇതേപോലെ തന്നെ മണിക്കൂർ ഡിവൈഡ് ചെയ്യാലോ. ഓരോ കണ്ടന്റിന്റെ നേരെ ഇന്ന കോഴ്സ് ഔട്ട്കം ആണെങ്കിൽ ഇത്ര മണിക്കൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ഉറപ്പാക്കണം? ഓരോ കോഴ്സ് ഔട്ട്കത്തിനും ഇത്ര മാർക്കിന്റെ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകണമെന്ന് തീരുമാനിക്കണം. അപ്പൊ ആ കാര്യം കൂടെ നമ്മൾ എൻഷുർ ചെയ്യണം. അപ്പം അതായത് ഒരു മൊഡ്യൂളിന് 25 മണിക്കൂറാണ് അലോട്ട് ചെയ്തേക്കുന്നതെങ്കിൽ ടോട്ടൽ ചോദ്യ പേപ്പറിൽ ഈ 25 മണിക്കൂറിന് പ്രൊപ്പോർഷൻ ആയിട്ട് ചോദ്യം ചോദിക്കണം. രണ്ടാമത് അതിലൊരു സിഒക്ക് 15 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആദ്യം 15 മണിക്കൂറിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ആ ചോദ്യ പേപ്പറിൽ ഇന്ന സിഒയിൽ നിന്ന് ചോദ്യം ഉണ്ടാകണം. അപ്പൊ അത് നിങ്ങൾ എൻഷുർ ചെയ്യണം. അപ്പൊ അത് എൻഷുർ ചെയ്യുമ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന യൂണിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്താണ്? ചോദ്യ പേപ്പറിൽ ആദ്യമേ പറഞ്ഞു ചോദ്യ പേപ്പറിൽ എത്ര ചോദ്യമുണ്ടോ അത്ര യൂണിറ്റോ അതിൽ കൂടുതലോ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇനി അടുത്തത് എന്താണ്? മൊഡ്യൂളിനകത്ത് വ്യത്യസ്ത മണിക്കൂറാണെങ്കിൽ കൂടുതൽ ചോദ്യം വേണ്ട മൊഡ്യൂളില് കൂടുതൽ യൂണിറ്റ് ഉണ്ടാകണം. അപ്പൊ അത് രണ്ടാമത്തെ യൂണിറ്റ് ഡിവിഷന്റെ കണ്ടീഷനായി. ഇനി മൂന്നാമത്തെ കണ്ടീഷനാണ് സിഒ വെച്ചിട്ട് നോക്കുക. ഏത് സിഒയ്ക്കാണ് സിഒയ്ക്കുള്ള മണിക്കൂറുകൾ നോക്കുക. ഏത് സിഒയ്ക്കാണ് കൂടുതൽ മണിക്കൂർ ഉള്ളത് ആ മണിക്കൂർ കൂടുതലുള്ള സിഒയിൽ നിന്ന് കൂടുതൽ ചോദ്യം ചോദിക്കണം. അപ്പൊ ആ ചോദ്യം ചോദിക്കുന്നതിനനുസരിച്ച് സിഒയ്ക്ക് അടിസ്ഥാനമാക്കി യൂണിറ്റ് ഉണ്ടാകണം. അപ്പൊ യൂണിറ്റിനെ തീരുമാനിക്കാൻ ഇപ്പൊ 3 ക്രൈറ്റീരിയ ആണുള്ളത്. ഒന്ന്, ചോദ്യ പേപ്പറിൽ എത്ര ചോദ്യമുണ്ടോ അതിനെ ആസ്പദമാക്കിയിട്ട്. രണ്ടാമത്, സിലബസിലെ മൊഡ്യൂൾ ഉണ്ട്, ആ മൊഡ്യൂളിന്റെ വെയിറ്റേജ് അനുസരിച്ച് എത്ര ചോദ്യം വേണമെന്നുള്ളത്. ഇന്ന സിലബസിലെ കോഴ്സ് ഔട്ട്കം ഉണ്ട്, കോഴ്സ് ഔട്ട്കത്തിനനുസൃതമായിട്ട് എത്ര ചോദ്യം വേണമെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മൊഡ്യൂളുകളെ യൂണിറ്റ് ആക്കേണ്ടത്. ഇതിനെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി അടുത്ത പ്രശ്നം പറയുന്നത് നമ്മൾ ചോദ്യം സിലബസ് ഇട്ടപ്പം നമുക്ക് സിഒകളുണ്ട്, കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത്. കോഴ്സ് ഔട്ട്കം പറയുമ്പോൾ അവിടെ കോഴ്സ് ഔട്ട്കത്തിന്റെ നേരെ ഓരോ കോഴ്സിലും ഇത്ര ഔട്ട്കം ഉണ്ടാവും. അതിന്റെ കൂടെ നിങ്ങൾ ടാക്സോണമി എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു. ഈ ടാക്സോണമി 3 ലേണിംഗ് ഡൊമൈനിനെ വെച്ചിട്ടാണ് പറയുന്നത്. ലേണിംഗ് ഡൊമൈനുകള് കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ. അതായത് ഭൗതികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക്, പിന്നെ നമ്മുടെ മനസ്സിന്റെ എന്നുള്ള പെർസ്പെക്റ്റീവിൽ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ സ്കിൽ ഓറിയന്റഡ്, അതാണ് സൈക്കോമോട്ടർ, കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ കോഴ്സ് കണ്ടന്റിനെ നിങ്ങൾ ഇതുമായിട്ട് മാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ടാക്സോണമി ലെവലുകളുണ്ട്. 6 ലെവലുകളായിരുന്നു. അതായത് റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ഓരോ സിഒ എഴുതിയപ്പോഴും ഇതിന് നേരെ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അഫക്റ്റീവ് ഡൊമൈൻ ആണെങ്കിൽ 2 എണ്ണം കൂടെ വരും. എന്താണ്? അപ്രീസിയേഷനും ഇൻട്രസ്റ്റും. സൈക്കോമോട്ടർ ഡൊമൈൻ ആണെങ്കിൽ 1 എണ്ണം ഉണ്ടാവും, സ്കിൽ എന്ന് പറയുന്നത്. ഈ കാര്യം വെച്ചിട്ടാണ് ഓരോ സിഒ എഴുതിയിരിക്കുന്നത്. കോഗ്നിറ്റീവ് ഡൊമൈന്, അഫക്റ്റീവ് ഡൊമൈന്, സൈക്കോമോട്ടർ ഡൊമൈൻ. അപ്പം കോഗ്നിറ്റീവ് ഡൊമൈനിലാണെങ്കിൽ
കൺസെപ്റ്റ് പോലെ PG ഉണ്ടെങ്കിൽ എന്ത് ഇംപ്ലൈഡ് ആണ്? PG പഠിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഡിഗ്രി +2 പാസ്സായതാണ് അല്ലെ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ടാക്സോണമി. അപ്ലൈ എന്ന് നമ്മൾ ടാക്സോണമി പറഞ്ഞാല് ഓട്ടോമാറ്റിക്കലി റിമെമ്പറും അണ്ടർസ്റ്റാൻഡും ഉണ്ട്. ഒരാൾക്ക് ഒരു കാര്യം ഓർത്തു വെച്ച് അത് വെച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു പുതിയ സിനാരിയോയിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളതാണ് അതിന്റെ കാര്യം. ഒരാൾ ഓർത്തു വെച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അതിനെ പുതിയൊരു സിനാരിയോയിൽ അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളതാണ്. ഈ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഇതല്ലാത്ത ഒരു പുതിയ സിസ്റ്റമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊന്നും അല്ലാത്ത എൻറ്റയർലി പുതിയ സാധനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ ലെവല്. അപ്പം ഈ പറഞ്ഞ പോലെ PG ഉള്ള ആൾക്ക് ഡിഗ്രി ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ ടാക്സോണമി ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റിന് താഴെയുള്ള എല്ലാവരും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാണ്. ഇവാലുവേറ്റിന് മുകളിലുള്ള ഒരാള് ഇല്ലതാണ്. PG ഉണ്ടെന്ന് എഴുതി PhD ഉണ്ടാകണം നിർബന്ധമില്ല. പക്ഷെ PhD ഉള്ള ആൾക്ക് PG തൊട്ട് +2 തൊട്ട് PhD വരെ ഉണ്ടെന്നാണ്. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പൊ CO എന്ന് പറയുന്നത് ഏത് ലെവൽ എന്ന് പറഞ്ഞോ ആ ലെവല് വരെയുള്ള കാര്യങ്ങൾ താഴെയുള്ള എല്ലാം അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാണ്. ചോദ്യം ചോദിക്കുമ്പം ഈ പറഞ്ഞ ലെവല് വരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ അതിന് മുകളില് ചോദിക്കത്തില്ല. ഇപ്പൊ CO എന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ എന്നാണ് CO പറഞ്ഞേക്കുന്നതെങ്കിൽ ചോദ്യം ഒരിക്കലും അനലൈസോ ഇവാലുവേറ്റോ ക്രിയേറ്റോ ആകരുത്. അതാണ് അതിനകത്ത് കാര്യം. അപ്പൊ അതാണ് ടാക്സോണമി പറയുന്നത് ഈ ലെവൽ. അതുപോലെ തന്നെ നിങ്ങൾ CO ഇട്ടപ്പോ അത് ഈ പറയുന്ന അപ്ലൈ അനലൈസ് എന്നൊക്കെയാ പറഞ്ഞെങ്കിൽ ചോദ്യം ഒരിക്കലും ഇൻട്രസ്റ്റോ അപ്രീസിയേഷനോ സ്കില്ലോ ആകരുത്. CO അപ്ലൈ അനലൈസ് എന്നാണ് അപ്രീസിയേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നെങ്കിൽ ഒരിക്കലും എന്താണ് റിമെമ്പർ അണ്ടർസ്റ്റാൻഡ് തൊട്ട് ക്രിയേറ്റ് വരെയുള്ളതോ സ്കില്ല് വരെയുള്ളതോ ആകരുത്. സ്കില്ല് എന്നാണ് പറഞ്ഞേക്കുന്നെങ്കിൽ ഒരിക്കലും എന്താണ് റിമെമ്പർ അണ്ടർസ്റ്റാൻഡ് കാറ്റഗറിയിലുള്ള ചോദ്യം ചോദിക്കരുത്. അപ്പൊ അത് മനസ്സിലാക്കി. ഇനി ഇത് രണ്ടും കൂടെ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഡൊമൈനിൽ ഏതാണോ പറ്റുന്നത് അത് ഉപയോഗിക്കാം. അതാണ് അത് സംബന്ധിച്ചുള്ളത്. അപ്പം അതിന് കാരണം ഇതാണ്. നിങ്ങൾ ഫസ്റ്റ് സെമ്മിലെ സെക്കൻഡ് സെമ്മിലെ റിസൾട്ട് വന്നപ്പം OB അറ്റൈനബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കൂടെ വന്നായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? OB ബേസ്ഡ് റിസൾട്ട് കൂടെ ഉണ്ടായിരുന്നു. കുട്ടികൾ അറിഞ്ഞിട്ടുണ്ട്, ടീച്ചേഴ്സ് അറിഞ്ഞോന്ന് അറിഞ്ഞുകൂടാ. OB ബേസ്ഡ് അറ്റൈനബിലിറ്റി എന്ന് പറഞ്ഞൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഇതിന്റെ പർപ്പസ് ഇതാണ്. ഐഡിയലി നമുക്ക് പാർഷ്യൽ ലേണിംഗ് ഉണ്ടാകാം. ചില കാര്യങ്ങൾ നമുക്ക് പറയില്ല, അവനത് ചെയ്യാൻ അറിയാം പറയാൻ അറിയത്തില്ലെന്ന് പറയുമല്ലോ. ആ ലോജിക്കാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ എന്താണ് അതിൽ മൊത്തം കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത്. പക്ഷെ അതിലെ ചില മേഖലകൾ അവന് താല്പര്യമുള്ളത് ആ ചില മേഖലയിൽ അവന് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പരീക്ഷയിലെ ടോട്ടൽ മാർക്കിൽ നിന്ന് നമുക്കത് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതിലെ നമ്മളിപ്പം ഒരു ഡാൻസ് പഠിപ്പിക്കുന്നത് ചെയ്ത് കാണിക്കാൻ അറിയാമായിരിക്കും, പക്ഷെ ഒരിക്കലും അവന് എന്താണ് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞൊന്നും വരികയില്ല. അപ്പൊ ആ കാര്യത്തിനെ വെച്ചിട്ടുള്ളതാണ് ഈ OBE പാർഷ്യൽ ലേണിംഗ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഒരു മേഖല അവൻ അറിയാവുന്ന കരുതി മറ്റേ മേഖല അറിയത്തില്ലെങ്കിൽ അതിന് അറ്റൈനബിലിറ്റി കുറവായിരിക്കും. ടോട്ടൽ മാർക്കിൽ നിന്ന് നമുക്ക് അത് ഇൻഫർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ബേസിക്കലി ഓവറോൾ ആയിട്ട് OBE എന്ന് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് അറ്റൈനബിലിറ്റി വരണമെങ്കിൽ എന്താണ് നമ്മൾ ഈ CO പറഞ്ഞിരിക്കുന്ന ഒരു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ കോഴ്സ് ഔട്ട്കമായിട്ട് പറയുന്നത്. ഈ കോഴ്സ് പഠിച്ചാല് വിദ്യാർത്ഥി പൂർത്തിയാക്കിയതിന് ഈ കാര്യം അനലൈസ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ചോദ്യം എന്തിൽ ചോദിക്കരുത്? ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന അവനോട് ചോദിക്കരുത്. അതാണ് അതിന്റെ ലോജിക്ക്. അവനത് ചെയ്യാൻ പഠിച്ചാൽ മതി. അതാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്. അവനോടൊപ്പം എന്ത് ചോദിക്കരുത്? അതിനെക്കുറിച്ച് റിമെമ്പറോ അണ്ടർസ്റ്റാൻഡോ ഉണ്ടോ എന്ന് ചോദിക്കരുത്. കാരണം അവന് ചെയ്യാൻ പഠിച്ചാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സിഇഒയുടെ ടാക്സോണമി ലെവൽ ഏത് പറഞ്ഞേക്കുന്നോ അതിനപ്പുറത്തോട്ട് ചോദ്യം ചോദിക്കരുത്. അതേ സ്ഥാനത്ത് തന്നെ ചോദിക്കണം. കുട്ടിയുടെ ബാധ്യതയല്ല വേറൊരു സ്ഥാനം പഠിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പൊ അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ സിലബസ് അമെൻഡ് ചെയ്യാൻ ബോർഡ് ചെയർമാനോട് പറഞ്ഞ് അമെൻഡ് ചെയ്യുക. ഇതല്ല അതിന് സ്യൂട്ടബിൾ എന്നുണ്ടെങ്കിൽ. അല്ലാതെ നിങ്ങൾക്ക് തന്നെ സിലബസിലുള്ളത് മിസ്റ്റേക്ക് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ തന്നെ തിരുത്തുക എന്ന് പറഞ്ഞ ലോജിക്ക് ഉണ്ടാകരുത്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗവൺമെന്റ് കോളേജിലുള്ളതായതുകൊണ്ട് ആ ഗവൺമെന്റ് സംവിധാനത്തെ കുറിച്ച് അറിയാം. അങ്ങനെ പറഞ്ഞാൽ മാറുന്ന ഒരു സാധനമല്ലെന്നും അതിനൊരു ഫയൽ പ്രോസസ് ഉണ്ടെന്നും
പറഞ്ഞു. ഇനി എന്താണ് ഈ ടാക്സോണമി പറഞ്ഞു. അപ്പൊ നമ്മള് ടാക്സോണമി പറഞ്ഞാല് അപ്ലൈ ലെവലിൽ ടാക്സോണമി പറഞ്ഞാല് അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു? റിമെമ്പറും അണ്ടർസ്റ്റാൻഡും അപ്ലൈ ഉണ്ട്. അപ്പൊ നമ്മൾ ചോദ്യം ഇടുമ്പോഴും എന്താ വേണം? അപ്ലൈ ലെവൽ CO ആണെങ്കിൽ റിമെമ്പറിൽ നിന്ന് ചോദ്യം ഉണ്ടാകണം, അണ്ടർസ്റ്റാൻഡിൽ നിന്ന് ചോദ്യം ഉണ്ടാകണം, അപ്ലൈയിൽ നിന്ന് ചോദ്യം ഉണ്ടാകണം. അപ്പൊ ഏതൊരു ഒരെണ്ണം മാത്രം വെച്ചാൽ ഈ കോമ്പോസിഷൻ ശരിയായി വരികയല്ല. അപ്പൊ അതിനെല്ലാം നമുക്ക് അസസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് അടുത്ത റിക്വയർമെന്റ് ആയി. അപ്പൊ മൊത്തം റിക്വയർമെന്റ് എന്താണെന്ന് ചോദിച്ചാല് എന്തൊക്കെയാണ്? യൂണിറ്റ് വൈസ് അല്ല മൊഡ്യൂൾ വൈസ് ചോദ്യങ്ങൾ ഉണ്ടാകണം. അടുത്ത എന്താണ്? CO വൈസ് ചോദ്യങ്ങൾ ഉണ്ടാകണം. പിന്നെ എന്താണ്? പാർട്ട് ABC ബേസ് ചോദ്യങ്ങൾ ഉണ്ടാകണം. അടുത്തതാണ് ടാക്സോണമി ബേസ് ചോദ്യങ്ങൾ ഉണ്ടാകണം. ഇത്ര ആയെങ്കിൽ ചോദ്യം ബാങ്ക് റെഡിയാണ്. അപ്പൊ ഇത് ഇനി നിങ്ങൾക്ക് എന്ത് പറയാം? ഒരു യൂണിറ്റിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ആ യൂണിറ്റിൽ നിന്ന് പാർട്ട് എയിൽ നിന്ന് ആ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പാർട്ട് എയിൽ നിന്ന് ആ യൂണിറ്റിൽ നിന്ന് 10 ഇരട്ടി ചോദ്യം ഉണ്ടാകണം. അപ്പൊ ഒരു ചോദ്യത്തിന് പകരം 10 ചോദ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കുമ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കൂടുന്നതനുസരിച്ച് എളുപ്പം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനമാണ്. കാരണം ഇത് മെഷീൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിൽ നോക്കണം കിട്ടണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ എന്താണ്? ഒരു COയിൽ നിന്ന് നിങ്ങൾ അപ്ലൈ ലെവലാണ് ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചാൽ അപ്ലൈ ലെവലിൽ ആ യൂണിറ്റിൽ നിന്ന് 10 ചോദ്യം ഉണ്ടാകണം. അപ്പൊ ആ ലോജിക്ക് നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ചോദ്യം എല്ലാം ഉണ്ട് അപ്പൊ അതിനെ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതൊരു കാര്യം. ഇനി അങ്ങനെ വരുമ്പോൾ അടുത്ത് നിങ്ങൾ ചെയ്യാൻ ചാൻസ് ഉള്ള സാധനം എന്താണ്? നമ്മൾ ചോദ്യം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ചില ഡൊമൈനിൽ ചോദ്യം കുറവാണെന്ന് കണ്ടെത്തുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങള് ആ ചോദ്യത്തിന്റെ ടാക്സോണമി അങ്ങ് മാറ്റും. പക്ഷെ അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒന്നാണോ ടാക്സോണമി? ഇത് എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് പ്രിന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയുടെ എംബ്ലവും ടൈറ്റിലും ഒക്കെ വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതാണ്. അത് കഴിയുമ്പോൾ ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഇത് എവിടെ വേണമെങ്കിലും സർക്കുലേഷന് പോകാം. എന്ത് പറയാം? MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പരീക്ഷ നടത്തുന്നവർക്ക് OBയെ കുറിച്ച് ധാരണയില്ല എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ വരാം. പത്രക്കാർ നോക്കിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ചുമ്മാ ഒന്നും ടാക്സോണമി ഇടരുത്. അതെങ്ങനെ മനസ്സിലാക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് ടാക്സോണമി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിയുടെ സഹായം ഉപയോഗിക്കുക. ഏതാണ്? ChatGPT, പെർപ്ലക്സിറ്റി അങ്ങനെ പറയുന്ന GPT ഫോമുകൾ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ആ GPTയിൽ അത് എൻ്റർ ചെയ്യുക, എന്നിട്ട് ഇതിന്റെ ടാക്സോണമി എന്താണ് അതിനോട് ചോദിക്കുക, അത് ടാക്സോണമി തരും. ആ ടാക്സോണമി നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ. ഇനി അടുത്ത പ്രശ്നം വെച്ചാൽ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പം ഇത് വരുന്നത് ഓക്കെ ഷുവർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിലുണ്ട് ഞാൻ ഐ വിൽ ആൻസർ എന്ന് പറഞ്ഞിട്ട് വാക്കുകൂടെ ഉണ്ട്. അപ്പൊ ആ സാധനം കോപ്പി പേസ്റ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇപ്പൊ നമ്മൾ ഒത്തിരി അലിഗേഷൻ കാണുന്നതാണ്. PhDയുടെ അബ്സ്ട്രാക്ട് എഴുതുന്നതിന്റെ അകത്തൊക്കെ വന്നേക്കുന്ന PhD അബ്സ്ട്രാക്ടോ പബ്ലിക്കേഷൻ അബ്സ്ട്രാക്ട് ഒക്കെ എഴുതുന്നിടത്ത് ഫ്രണ്ടിൽ ഓക്കെ ഷുവർ ഐ വിൽ ഗീവ് യു എന്ന് പറഞ്ഞ സാധനത്തെ ഉൾപ്പെടെയാണ് ആൾക്കാരെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകരുത്. നിങ്ങൾ സിലബസ് കൊടുത്തേക്ക് ക്വസ്റ്റ്യൻ ഇടാൻ പറഞ്ഞാലും ഈ സാധനം ചെയ്തു തരും. അതിന്റെ കൂടി ഇങ്ങനെ ആഴഡ് സാധനങ്ങൾ ഉണ്ടാകും. അതിനെ ഒഴിവാക്കിയിട്ട് ദയവായി ഇതിന്റെ അതുകൊണ്ട് പേസ്റ്റ് ചെയ്യാവുള്ളൂ. പിന്നെ ChatGPT ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് ശരിയായിരിക്കും എന്ന് വിചാരിച്ചേക്കരുത്. നമുക്ക് അറിയാൻ മേലാത്തൊരു മേഖലയെ ചോദ്യമായിട്ട് പിടിച്ചേക്കരുത്. അവന് പല ചോദ്യങ്ങളും പലയിടത്തുനിന്നും കിട്ടും, പലതും തരും. അത് നമ്മുടെ സബ്ജക്റ്റിന് ഈ കോഴ്സ് കണ്ടന്റിന് റെലവന്റ് ആണെങ്കിൽ മാത്രമേ എടുത്തിട്ടാവുള്ളൂ. സിലബസ് ആസെറ്റ് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. പാർട്ട് ഷോർട്ട് ആൻസർ ആയിട്ട് എഴുതാനുള്ളതാണ്, ഇന്ന ടാക്സോണമിയിൽ എഴുതാനുള്ളതാണെന്നൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എത്ര ചോദ്യം വേണമെങ്കിലും അത് ഉണ്ടാക്കി തരും. പക്ഷെ അബദ്ധം കാണിക്കരുത്. ആ ചോദ്യം മാത്രം എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാവുള്ളൂ. അതാണ് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ചായ റെഡി ചെയ്യാൻ വേണ്ടി ചായ കുടിക്കാം. അടുത്ത സെഷൻ തുടങ്ങുവാണ്. ഇനി പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ബാങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. അതിന്റെ ഓരോ ഐറ്റം വരുമ്പോൾ അതിനെ ഡീറ്റെയിൽ സ്ലൈഡിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞ പ്രകാരം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ അറിയാം? മൊഡ്യൂളുകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് അറിയാം. അപ്പൊ ആ തയ്യാറാക്കിയ മൊഡ്യൂളിനെ നമ്മുടെ പോർട്ടലിലേക്ക് ക്വസ്റ്റ്യൻ ബാങ്കിന്റെ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പൊ ആ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ പോർട്ടലിലേക്ക് മൊഡ്യൂൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സൽ ഷീറ്റ് അവൈലബിൾ ആണ്. എക്സൽ
ഷീറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് മൊഡ്യൂളിന്റെ നമ്പരും ആ മൊഡ്യൂളിന് ഒരു പേരും. അപ്പൊ അത്രയും രണ്ട് കാര്യങ്ങൾ മാത്രം എൻ്റർ ചെയ്ത്, അതായത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ 4 ക്രെഡിറ്റിന്റെ കോഴ്സ് ആണെങ്കിൽ 4 മൊഡ്യൂൾ വരെ ആകാം, 3 ക്രെഡിറ്റിന്റെ കോഴ്സ് ആണെങ്കിൽ 3 മൊഡ്യൂൾ വരെ ആകാം. 1, 2, 3, 4 എന്ന് പറഞ്ഞ് എന്തെന്നു അതിന് നേരെ നിങ്ങൾക്ക് ഒരു പേര്, സിലബസിൽ അതിനൊരു പേരുണ്ടെങ്കിൽ ആ പേര് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് ഒരു പേര് കൊടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മൊഡ്യൂളുകൾക്കകത്ത് എത്ര യൂണിറ്റുകൾ ഉണ്ടെന്ന് പറയാനുള്ളതാണ്. അപ്പൊ അതിന്റെ ലോജിക്ക് പറഞ്ഞ് എന്തൊക്കെ തരത്തിൽ നോക്കണം? ആ മൊഡ്യൂളിന്റെ അകത്ത് ഇതിന്റെ PPTയുടെ ഫോട്ടോ ഒന്നും എടുക്കേണ്ട, ഇത് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഇപ്പൊ അവൈലബിൾ ആണ്, ഒന്നെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആണ്, അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്നതാണ്, ഓൾറെഡി പബ്ലിക്കായിട്ട് സർക്കുലേഷനിൽ ഉള്ളതാണ്. അടുത്തത് യൂണിറ്റുകളാണ്. യൂണിറ്റുകളെ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് ചോദ്യം എത്ര എണ്ണം ഉണ്ടോ അത്രയും യൂണിറ്റ് ഉണ്ടോ എന്ന് ഒന്ന് ഉറപ്പാക്കണം. രണ്ടാമത് ഒരു സിഒയിൽ നിന്ന് എത്ര ചോദ്യം ചോദിക്കണോ അത്രയും യൂണിറ്റുകൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. എന്താണ് മൊഡ്യൂള്, സിഒ, ഈ പാർട്ടിനനുസരിച്ച് നമ്മൾ അതിന്റെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ അതിന്റെ അത് എൻ്റർ ചെയ്യേണ്ട പറയുന്ന കാര്യങ്ങള്, ഒന്നാമത്തെ മൊഡ്യൂൾ ആണെങ്കിൽ മൊഡ്യൂൾ 1 എന്ന് മൊഡ്യൂൾ നമ്പർ എൻ്റർ ചെയ്യണം. അതിന്റെ അകത്തുള്ള യൂണിറ്റുകളെ നിങ്ങൾക്ക് 1, 2 തൊട്ട് എത്ര യൂണിറ്റ് ഉണ്ടോ അതുവരെ നമ്പർ ചെയ്യാം. അതിന് നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ട് എന്താണ് അതെന്ന് ടെസ്റ്റ് എഴുതി കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഞാൻ മുമ്പേ പറഞ്ഞ ലോജിക് ഉണ്ടല്ലോ, ഒരു കോമൺ ടൈറ്റിൽ ഉണ്ടായിരുന്നു, അതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. അതിന്റെ ആവശ്യം എന്നാന്ന് ചോദിച്ചാല് ഒരു ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് ഒന്നിൽ കൂടുതൽ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇത് ഏരിയ തിരിച്ചു കൊടുക്കും. ഇന്ന മൊഡ്യൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് ഇന്ന മൊഡ്യൂളിലെ ഇന്ന യൂണിറ്റിലേക്ക് എന്നും പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ ആ കാര്യം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ യൂണിറ്റ് ഡിവിഷൻ നടത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദ്യം ഇടും. ഒരേ യൂണിറ്റിലേക്ക് തന്നെ പലരും ചോദ്യം ഇടും. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺട്രിബ്യൂട്ടറിന്റെ പണി കൂടും. എന്താണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടോ, ഐഡന്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെ ഒഴിവാക്കി കളയേണ്ടി വരും. ആ പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ചോദ്യ ബാങ്കിലേക്ക് ഒരേ ചോദ്യ പേപ്പറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മൊഡ്യൂൾ തിരിച്ചു കൊടുക്കുക, ആ മൊഡ്യൂളിനൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മൊഡ്യൂളിന്റെ അകത്തെ യൂണിറ്റ് തിരിച്ച് ആൾക്കാർ കൊടുക്കുക. അല്ലാതെ എവിടുന്ന് ചോദ്യം ഇട്ടോളം പറഞ്ഞു കൊടുത്താല് കോർഡിനേറ്റർ ലെവലില് ഭയങ്കര പണിയായിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും, ഒഴിവാക്കുക. അപ്പൊ എന്ത് പറയാം, ഒരാൾക്ക് അസൈൻ ചെയ്യാം ഒന്നാമത്തെ മൊഡ്യൂളിലെ ഇന്ന യൂണിറ്റിലെ ചോദ്യങ്ങൾ എന്ന് പറയാം. ഇനി അതിലും കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് പാർട്ട് എയിലേക്ക് ചോദ്യം ഇടാൻ പറയാം. അടുത്ത ആളോട് ഒന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് പാർട്ട് ബിയിലേക്ക് ചോദ്യം ഇടാൻ പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ കോൺഫിഡന്റ് ഇല്ലാതെ ചോദ്യം തരും. അത് നമുക്ക് വെറ്റ് ചെയ്യുന്നതിനുള്ള എളുപ്പപ്പണിയായിരിക്കും. അപ്പൊ അങ്ങനെ വിഭജിച്ചില്ലെങ്കിൽ എല്ലാവരും ഈ ഡ്യൂപ്ലിക്കേറ്റ് ക്വസ്റ്റ്യൻ വന്നാല് ക്വസ്റ്റ്യന്റെ എണ്ണം ഉണ്ട്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് വരും. അപ്പൊ അതാണ് അടുത്ത കാര്യം. ഈ മൊഡ്യൂൾ എൻ്റർ ചെയ്തു, യൂണിറ്റ് എൻ്റർ ചെയ്തു. അടുത്ത കാര്യം കോർഡിനേറ്റർ ആണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യേണ്ട ആള് കോർഡിനേറ്റർ ആണ്. അത് കോൺട്രിബ്യൂട്ടേഴ്സിന്റെ റോൾ അല്ല. ഈ 3 കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ കോൺട്രിബ്യൂട്ടർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പണി തുടങ്ങാവുള്ളൂ. അപ്പൊ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി കോർഡിനേറ്റർക്കാണ്. ഒന്ന് മൊഡ്യൂൾ അപ്ലോഡ് ചെയ്യുക, അടുത്ത യൂണിറ്റ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം മൂന്നാമതൊരു കാര്യമുണ്ട്, സിലബസിലുള്ള സിഒകൾ ഏതൊക്കെയാണെന്ന് ഈ ചോദ്യ ഭാഗ്യനോട് പറയുക. നിങ്ങളുടെ സിലബസില് ആ ക്വസ്റ്റ്യൻ ആ കോഴ്സിന് വേണ്ടിയിട്ട് 6 സിഒ ഉണ്ടെങ്കിൽ അതിന് 6 സിഒയും നിങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക. അതിനകത്ത് കുഴപ്പം വെച്ചാൽ നിങ്ങൾ അതിൽ ഏതെങ്കിലും പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടുള്ള സിഒ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പോയി ഈ നമ്പർ മാറിപ്പോവും. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്, എത്ര സിഒ ഉണ്ടോ അത്രയും സിഒയും ഓരോ നമ്പരും ആ സിഒയുടെ നമ്പർ മാറിപ്പോകരുത്. ഒന്നാമത്തെ സിഒ എന്ന് പറഞ്ഞ സിലബസിൽ കൊടുത്തിരിക്കുന്നതിന് ഇതിന്റെ അകത്തും ഒന്നാമത്തെ സിഒ അതിന്റെ നമ്പരും അതിന്റെ ടെസ്റ്റും ഉൾപ്പെടെ എൻ്റർ ചെയ്യുക. അപ്പൊ നമ്മൾ സിലബസിന് 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടത്, ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ഒന്ന്, മൊഡ്യൂളിനെ യൂണിറ്റ് ആക്കിയപ്പോൾ കറക്റ്റ് സിലബസ് ഏരിയ വെച്ചിട്ടായിരിക്കണം യൂണിറ്റ് ആകേണ്ടത്. ആ സിലബസ് ഏരിയ എന്താണെന്ന് ആ യൂണിറ്റ് ഫയലിനകത്ത് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം എന്താണ്, യൂണിറ്റ് ആക്കി അതിനുശേഷം ഔട്ട്കം ഉണ്ടെങ്കിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഔട്ട്കവും അതേ ഓർഡറിൽ തന്നെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം. ഈ 3 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേറ്റേഴ്സിന്റെ പ്രൈമറി റോള് കഴിഞ്ഞു. ഇത് ചെയ്ത്
ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ റെഡി ആയെന്നുള്ളതാണ്. ഇനി കോൺട്രിബ്യൂട്ടേഴ്സിനോട് പറഞ്ഞ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. കോൺട്രിബ്യൂട്ടേഴ്സ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നതിന് 2 മെത്തേഡുകൾ അവൈലബിൾ ആണ്. ഒന്ന്, ഇതിന്റെ അകത്തുനിന്ന് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു എക്സൽ ടെംപ്ലേറ്റ്, നമ്മൾ ഈ കൊടുത്തേക്കുന്ന ഡേറ്റ വെച്ചുകൊണ്ട് സിസ്റ്റം തയ്യാറാക്കിയിരിക്കുന്ന ഒരു എക്സൽ ടെംപ്ലേറ്റ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ അകത്ത് ഓരോ റോയിലും ചോദ്യം ഇട്ട് നിങ്ങൾക്ക് പരിപാടി ചെയ്യാം. അതല്ലെങ്കിൽ എക്സൽ ഉപയോഗിക്കേണ്ട, നേരിട്ട് ഓൺലൈനിൽ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ചോദ്യം ഇടാം. ഇത് ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ, രണ്ടും സെയിം എഫക്റ്റ് ആണ്. ഇനി ഓഫ്ലൈൻ ആയിട്ടിരുന്ന് ക്വസ്റ്റ്യൻ എല്ലാം ചെയ്തിട്ട് ഒരുമിച്ച് വേണമെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് 1 by 1 ആയിട്ട് ചെയ്യാം. ഈ 1 by 1 ആയിട്ടോ ഓൺലൈൻ ആയിട്ടോ ചെയ്താൽ ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു ചോദ്യത്തിന് നേരെ ഉണ്ടായിരിക്കണം. ഏത് ചോദ്യം ഇട്ടാലും നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഇത്രയും ഡേറ്റയും കൂടെ കൂട്ടിയിട്ടേ ആ ചോദ്യം ഉണ്ടാവുള്ളൂ. അത് പറയുകയാണെങ്കിൽ ആദ്യത്തേത് ചോദ്യം ഏതാണെന്ന് പറയണമെങ്കിൽ ഏത് മൊഡ്യൂളിലെ ചോദ്യമെന്ന് പറയണം. രണ്ടാമത് ആ മൊഡ്യൂളിലെ ഏത് യൂണിറ്റിലെ ചോദ്യമാണെന്ന് പറയണം. എല്ലാ ചോദ്യത്തിനൊപ്പം എന്താണ്ടാവും, ഏത് മൊഡ്യൂളിലാന്ന് പറയണം, ആ മൊഡ്യൂളിലെ ഏത് യൂണിറ്റിലാന്ന് പറയണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യന്റെ സ്ക്രിപ്റ്റ് ഏതാണോ, ആ സെന്റൻസ് ഏതാണെന്ന് നമുക്ക് ആഡ് ചെയ്യാം. എക്സലിലാണേലും പോർട്ടലിലാണേലും ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങളായി. ഇനി അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ അകത്ത് എന്തുകൂടെ വേണ്ടി വരും, ഓപ്ഷൻസ് വേണ്ടി വരും. അപ്പൊ 4 ഓപ്ഷനാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് വേണ്ടത്. 4 എണ്ണേ പറ്റത്തുള്ളൂ, 4 എണ്ണം ഉണ്ടാവുകയും ചെയ്യണം. അപ്പൊ 3 ആക്കി കുറയ്ക്കരുത്, 4 എണ്ണം ഉണ്ടാകണം. അപ്പൊ 4 ഓപ്ഷനോട് കൂടിയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നൽകാവുള്ളൂ. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകണം. ഇനി ഇതിന്റെ കൂടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. അതിനെ ലേ ഔട്ട് എന്നാണ് പറയുന്നത്. അതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ലൈനെ തന്നെ ഈ ഓപ്ഷൻസ് വരണോ, അതോ 2 ലൈനെ വരണോ, അതോ 4 ലൈനെ വരണോ എന്നുള്ളതാണ്. ഒരു ലൈനെ തന്നെ ആണെങ്കിൽ 1 by 4 എന്ന് പറയുന്ന ഓപ്ഷൻ തരും. 2 ലൈനെ 2 എണ്ണം വീതമാണെങ്കിൽ 2 by 2. 4 ലൈനായിട്ട് വന്നെങ്കിൽ എന്താണ് 4 by 1 എന്ന് പറയുന്ന ഓപ്ഷൻ. ഇപ്പൊ സേഫ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന ഓപ്ഷൻ ഏതാണ്, 2 by 2 എന്നാണ് എടുക്കാവുന്നത്. നമുക്ക് ഈ ഓപ്ഷന്റെ വലിപ്പം അറിയത്തില്ലാത്തതുകൊണ്ട് 1 by 4 എടുത്താൽ എന്ത് സംഭവിക്കും, ചിലപ്പോൾ ഇത് 4 എണ്ണം ഒരു ലൈനെ ഫിറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ പോർഷൻസ് കട്ടായി പോകും. ഇനി 4 എണ്ണം താഴോട്ട് എഴുതിയാൽ എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെന്ത് വളരെ കൂടും. അപ്പൊ സേഫ് ആയിട്ട് എന്തായിരിക്കും, മിക്കവാറും നമ്മൾ എഴുതുന്ന ഓപ്ഷൻസ് ഒരു ലൈനെ 2 എണ്ണം എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പം നിങ്ങൾ ആ കണ്ടന്റ് അതിനാക്കി 2 by 2 എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിനെയാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ ചോദ്യം ഏത് കോഴ്സ് ഔട്ട്കത്തിന്റെ ആണെന്നുള്ളതാണ്. കോഴ്സ് ഔട്ട്കത്തിന്റെ ആണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞു ഔട്ട്കം മാപ്പ് ചെയ്യുമ്പോൾ 6 കോഴ്സ് ഔട്ട്കം ഉണ്ടെങ്കിൽ 6 എണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എക്സൽ ഷീറ്റിൽ എന്ത് വരും, 6 കോളം ഉണ്ടാവും ഈ ഔട്ട്കത്തിന് വേണ്ടിയിട്ട്. 3 കോഴ്സ് ഔട്ട്കം ഉണ്ടെങ്കിൽ എക്സൽ ഷീറ്റിൽ ഔട്ട്കത്തിന് വേണ്ടിയിട്ട് 3 കോളമാണ് ഉണ്ടാകുന്നത്. ഇതാണ് വ്യത്യാസം. ഒരു കേസിലാണെങ്കിൽ എത്ര ഔട്ട്കം ഉണ്ടോ, 6 ഔട്ട്കം ഉണ്ടെങ്കിൽ 6 കോളങ്ങൾ ഉണ്ടാവും, 3 ഔട്ട്കം ഉണ്ടെങ്കിൽ 3 കോളം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ 3 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ കോൺട്രിബ്യൂട്ടേഴ്സ് പണി തുടങ്ങാവുള്ളൂ. കോർഡിനേറ്റർ പണി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് കോർഡിനേറ്റേഴ്സ് ഇത് ചെയ്താൽ അവർക്ക് ഇത് കറക്റ്റ് ആയിട്ട് വരികയില്ല. അപ്പൊ അത് മിസ്റ്റേക്ക് ആദ്യമേ. അപ്പൊ ആരെ ചെയ്ത് പൂർത്തിയാക്കണം, കോർഡിനേറ്റർ മൊഡ്യൂൾ അപ്ലോഡ്, യൂണിറ്റ് അപ്ലോഡ്, ഔട്ട്കം അപ്ലോഡ്, ഇത് 3ഉം പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അടുത്ത ഫേസിലേക്ക് കോൺട്രിബ്യൂട്ടേഴ്സിനോട് ചോദ്യം ഇടാൻ പറയാവുള്ളൂ. അതിനുശേഷം മാത്രം കോൺട്രിബ്യൂട്ടർ എക്സൽ ഡൗൺലോഡ് ചെയ്തെങ്കിൽ ഈ രീതിയിൽ എക്സൽ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ട്, എക്സൽ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സൽ ഷീറ്റിൽ കോഴ്സ് ഔട്ട് ഈ സിലബസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കോഴ്സ് ഔട്ട്കത്തിന് ഒരു നമ്പർ ഇടും. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു 6 ഔട്ട്കം ഉണ്ടെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്താലും സിസ്റ്റം അതിനെ സേവ് ചെയ്യുന്നത് നിങ്ങളുടെ കോഴ്സിന്റെ കോഡ് .1 എന്നായിരിക്കും. നിങ്ങൾ 1 എൻ്റർ ചെയ്താലും സിസ്റ്റം സേവ് ചെയ്യുമ്പോൾ എന്താണ്, ഈ കോഴ്സിൽ ഒരു കോഴ്സ് കോഡ് ഉണ്ടല്ലോ, അപ്പൊ കോഴ്സ് കോഡ് .1 എന്നായിരിക്കും. 2 ആണെങ്കിൽ കോഴ്സ് കോഡ് .1 ഉണ്ടാവും,
കോഴ്സ് ഡോട്ട് 2 ഉണ്ടാവും. എത്ര എണ്ണം ഉണ്ടോ അത്ര ഉണ്ടാവും. ഇനി എക്സൽ ഷീറ്റ് വരുമ്പോൾ ഈ കോഴ്സ് കോഡിന് ലെന്ത് ഉണ്ട്. അപ്പൊ ഇത് ഡീഫോൾട്ട് ആയിട്ട് ഇതിനൊരു വിഡ്ത് ഉണ്ട്. അപ്പൊ ഈ 6 ഔട്ട്കം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഈ കോഴ്സ് കോഡുകൾ 6 എണ്ണം ഇങ്ങനെ അടുപ്പിച്ച് കാണും. കാരണം അതിന്റെ ലെന്ത് മുഴുവൻ കാണത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾ നോക്കും ഇത് എല്ലാ കോളത്തിലും ഒരെണ്ണമാണെന്ന്. അപ്പൊ ആ വിഡ്ത് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഒന്നാമത്തെയാണ്, രണ്ടാമത്തെയാണ്, മൂന്നാമത്തെയാണ് തിരിച്ചറിയത്തുള്ളൂ. ഈ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം അത് എന്തിനുള്ളതാണ്. ആ കോളത്തിന്റെ ടൈറ്റില് കോഴ്സ് കോഡ് തുടങ്ങുന്നെങ്കിൽ അതിന്റെ അർത്ഥം അത് സിഇഒയുടെ ഡാറ്റ ആണ്. കോഴ്സ് കോഡ് ഡോട്ട് 1, കോഴ്സ് കോഡ് ഡോട്ട് 2, കോഴ്സ് ഡോട്ട് 3 അങ്ങനെയായിരിക്കും അതിന്റെ ടൈറ്റിൽ വരുന്നത്. ഈ കാര്യം മനസ്സിലാകാൻ വിചാരിക്കുന്നു. ഇനി ഒരു ചോദ്യം ഇട്ടു. ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ ഇത് ഏത് ഔട്ട്കത്തിലെ ചോദ്യമാണെന്ന് പറയാം. ചോദ്യം 2 തരത്തിലാകാം. ഒരു ഔട്ട്കത്തിലേക്ക് മാത്രമായ ചോദ്യമാകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഔട്ട്കത്തിലേക്കുള്ള ചോദ്യമാകാം. ഇനി ഇത് ഏത് ഔട്ട്കത്തിലെ ചോദ്യമാണെന്ന് നമ്മൾ ഇതിനോട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഔട്ട്കത്തിന് നേരെ 3 എന്ന് സെലക്ട് ചെയ്യുമ്പോഴാണ്. അവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും. ആ ഡ്രോപ്പ് ഡൗണിന്റെ അത് 0, 1, 2, 3 എന്നാണ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ഔട്ട്കത്തിന് നേരെ ഉള്ളെങ്കിൽ ആ ഔട്ട്കത്തിന്റെ കോളത്തിന് നേരെ 3 എന്ന് സെലക്ട് ചെയ്യുക. ഈ ചോദ്യം 5ാമത്തേതാണെങ്കിൽ, 5ാമത്തെ ഔട്ട്കത്തിലെ ചോദ്യമാണെങ്കിൽ ആ കോളം 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും കോഴ്സ് ഔട്ട്കത്തിന്റെ കോളത്തിൽ ഒന്നും ചെയ്യരുത്. 5ാമത്തെ കോളത്തിൽ അത് 3 എന്ന് സെലക്ട് ചെയ്യുക. ഇനി 2 എണ്ണത്തിലേക്കുള്ളതാണെങ്കിൽ 3ാമത്തെയും 5ാമത്തെയും ചോദ്യത്തിന് ഔട്ട്കത്തിലേക്കുള്ളതാണെങ്കിൽ 3ാമത്തിന്റെ അവിടെയും 3, 5ാമത്തിന്റെ അവിടെയും 3. ഏതാണേലും 3നെ സെലക്ട് ചെയ്യാവുള്ളൂ. അതിന് വെയിറ്റേജ് എന്നാണ് പറയുന്നത്. ഈ കോഴ്സ് ഔട്ട്കം ഏത് സിഒയിലെയാണെന്ന് നമ്മൾ പറയുന്ന ഒരു വെയിറ്റേജ് കൺസെപ്റ്റ് ആണ്. 0, 1, 2, 3 എന്ന് പറഞ്ഞ വെയിറ്റേജുകളാണ് ഉള്ളത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഏത് ഔട്ട്കത്തിലേക്കാണെന്ന് പറയണമെങ്കിൽ കോളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 5 ഔട്ട്കം ഉണ്ടെങ്കിൽ 5 കോളം ഉണ്ടാവും. ഈ ചോദ്യത്തിന് നേരെ 5 കോളം ഉണ്ടാവും. 5ാമത്തെ സിഒയുടെ ചോദ്യമാണെങ്കിൽ 5ാമത്തെ കോളത്തിൽ ചെല്ലുക. അവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ടാവും. 3 സെലക്ട് ചെയ്യുക. അത് കാണിക്കാം. 3 എന്ന് പറയുന്ന വെയിറ്റേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ അത് വെയിറ്റേജ് ആയിരിക്കും, ഇച്ചിരി കൂടെ താമസം ചെയ്യുന്നെങ്കിൽ അവിടെ എസ് ഓർ നോ എന്നായിരിക്കും. വെയിറ്റേജ് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ കോഗ്നിറ്റീവ് ലെവലിന്റെ അകത്ത് പല കാറ്റഗറി ഉണ്ടെന്ന്. അതായത് സിഒ അപ്ലൈ ലെവലാണ്, അല്ലെങ്കിൽ അനലൈസ് ലെവൽ സിഒ ആണ്. നമ്മൾ ചോദ്യം ചോദിക്കുന്നത് റിമെമ്പർ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഡെവലപ്പ് ചെയ്ത ആൾക്കാർ ചെയ്തിരിക്കുന്നത് അതിന്റെ വെയിറ്റേജ് കുറയ്ക്കും. അതായത് സിഒ എന്ന് പറയുന്ന അനലൈസ് ആണ്, ചോദ്യം റിമെമ്പർ ആണെങ്കിൽ വെയിറ്റേജ് 1 ഉണ്ടെന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതിന്റെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ 1 വെയിറ്റേജ് ആണെങ്കിൽ കുട്ടിക്ക് അതിന്റെ മാർക്ക് കിട്ടിയെങ്കിലും 5 മാർക്കിന്റെ ചോദ്യമായിരുന്നു, കുട്ടിക്ക് 5 മാർക്ക് കിട്ടിയെങ്കിലും വെയിറ്റേജ് 1 ഉള്ളെങ്കിൽ 5 മാർക്ക് കുട്ടിക്ക് കിട്ടത്തില്ല. വെയിറ്റേജ് 3 ആണെങ്കിൽ 5 മാർക്ക് കിട്ടത്തുള്ളൂ. എന്താണ് വെയിറ്റേജ് 1 ഉള്ള ചോദ്യമാണെന്ന് വെച്ചോ. അതായത് സിഒ അനലൈസ് ആണ്, പക്ഷെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് റിമെമ്പർ ആണ്. ചോദ്യത്തിന് 10 മാർക്ക് ആണെങ്കിൽ 10 മാർക്കും കുട്ടിക്ക് കിട്ടത്തില്ല. പകരം എന്താണ് വെയിറ്റേജ് 1 ആയതുകൊണ്ട് അതിന്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ആ കൺസെപ്റ്റിനെ നമ്മൾ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചിന്തിച്ചാൽ മതി, നിങ്ങൾ എസ് ഓർ നോ എന്ന് എഴുതുന്നതിന് പകരമായിട്ട് 3 എന്ന് സെലക്ട് ചെയ്തെന്ന് ഓർത്താൽ മതി. അപ്പൊ വെയിറ്റേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞതായിട്ട് വിചാരിക്കേണ്ട. എന്താണ് ഈ സിഒയുടെ ചോദ്യമാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ 3 എന്ന് സെലക്ട് ചെയ്യുക. വേറെ എന്തെങ്കിലും ആണെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ മതി. ആ സിഒയ്ക്ക് റെലവന്റ് ആണെങ്കിൽ അതിന് 3 സെലക്ട് ചെയ്യുക. റെലവന്റ് അല്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യണ്ട, 0 എൻ്റർ ചെയ്യരുത്. പ്രത്യേകിച്ച് പറയുന്നു 0 എന്ന് എൻ്റർ ചെയ്യരുത്. നമുക്ക് 6 സിഒ ഉണ്ടെങ്കിൽ അതിൽ ഒരു സിഒയ്ക്ക് മാത്രമുള്ള ചോദ്യമാണെങ്കിൽ ആ സിഒയുടെ നേരെയുള്ള കോളത്തിൽ അത് സെലക്ട് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പൊ അതാണ് എൻ്റർ ചെയ്യേണ്ട കാര്യം. ഇനി അടുത്ത കോളം എന്ന് പറയുന്നത് ടാക്സോണമിയാണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. കോഗ്നിറ്റീവ് ലെവലിലുള്ള സിഒ ആണെങ്കിൽ ആ പറയുന്നതിന് തൊട്ട് താഴെയുള്ള എല്ലാം ചെയ്യാം. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ സിഒ ക്രിയേറ്റ് ആണ് എന്ന് വിചാരിക്കുക. ക്രിയേറ്റ് ലെവൽ സിഒ ആണ്. ക്രിയേഷന്റെ പ്രത്യേകത എന്നാന്ന് ഞാൻ ആദ്യമേ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എന്താണ് ഇതുവരെ ഇല്ലാത്തൊരു സാധനത്തിനെ പുതിയതായിട്ട് ഉണ്ടാകുകയാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന 2 മണിക്കൂർ പരീക്ഷയ്ക്കകത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ഈ പറയുന്ന എന്റെ സെമസ്റ്റർ എക്സാമിന്റെ പാർട്ടായിട്ട് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? എല്ലാവർക്കും പറ്റിയല്ലെന്ന് ഉറപ്പാണ്. ചിലർക്കൊക്കെ പറ്റുമായിരിക്കും. അപ്പൊ അത് എവിടെ നമ്മൾ കണ്ടെത്തണം? ക്രിയേഷൻ നടത്തണമെങ്കിൽ അതിന് സമയം വേണം,
പുതിയ കാര്യങ്ങൾ വേണം. അപ്പൊ അത് എന്തിന്റെ പാർട്ടിലെ നമുക്ക് നടക്കുകയുള്ളൂ? CCയുടെ പാർട്ടിലെ നടക്കുകയുള്ളൂ. എന്റെ സെമസ്റ്റർ ഈ പരീക്ഷാ ഹോളിൽ ഇരുന്ന് ക്രിയേഷൻ നടത്താൻ പറ്റുന്ന ആൾക്കാരായിരുന്നെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും പോയാൽ നമ്മുടെ അടുത്ത് വരികയില്ല. ആ ലോജിക്കുള്ള ഒരാൾ ഒരിക്കലും നമ്മുടെ സിസ്റ്റത്തിൽ വരികയില്ല. കാരണം അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവിടെ ക്രിയേഷൻ നടക്കുന്നുണ്ടാവും ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് ചോദ്യ പേപ്പറിൽ അണ്ടർ റയറസ്റ്റ് ഓഫ് റയർ ചാൻസസിൽ എന്തുണ്ടാവുള്ളൂ? ക്രിയേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. കാരണം നമുക്കറിയാം ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ലാത്ത ഇപ്പൊ കൊടുക്കുന്ന ആശയങ്ങളെ വെച്ചിട്ട് എന്തെങ്കിലും പുതിയ കാര്യം ഉണ്ടാക്കണം. അങ്ങനെ പുതിയ കാര്യം ഉണ്ടാക്കണേ അവന്റെ നോളജ് ലെവല് ഇതെല്ലാം ഉണ്ടാകണം. എന്തായിരിക്കണം? റിമെമ്പർ ലെവലിൽ ആ ഏരിയ മുഴുവൻ അറിയണം, അണ്ടർസ്റ്റാൻഡ് ലെവലാകും ഒരു ഏരിയ മുഴുവൻ, അപ്ലൈ ലെവൽ അതെല്ലാം അറിയണം, അനലൈസ് ലെവൽ എല്ലാം അറിയണം, ഇവാലുവേറ്റ് ലെവൽ അറിയണം. ഇതെല്ലാം അറിയാവുന്ന ഒരാൾക്ക് ക്രിയേറ്റ് ഉള്ളൂ. അതറിയാവുന്നവർ ഇവിടെ ഇല്ല, അത് ഉറപ്പാണ്. ആ ക്രിയേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ക്രിയേറ്റീവ് ആർട്ടുകൾ ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ എവിടെ ചെയ്യാം? ഒന്നെങ്കിൽ CCA ചെയ്യാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുവരാം. കാരണം അവിടെ നിങ്ങൾക്ക് ക്രിയേഷൻ ഉണ്ട്. പ്രാക്ടിക്കൽ വർക്കിൽ എന്തെങ്കിലും ന്യൂ വർക്ക് നിങ്ങൾക്ക് ചെയ്യിക്കാം. അപ്പൊ ആ രണ്ട് കാര്യത്തിലേ അത് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ എന്ന് കരുതി ഞാൻ ജനറലൈസ് ചെയ്താണ്. അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മേഖല ഉണ്ടെങ്കിൽ പേപ്പറിൽ പേനായി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ക്രിയേറ്റ് ചെയ്യിച്ചോളുക. അതിനകത്ത് പരാതിയൊന്നുമില്ല. ഇല്ലാതെ ഒന്നും എഴുതി വെക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞതാണ്, ഇത് പ്രിന്റ് ചെയ്ത അവസാനം ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആയിട്ട് സർക്കുലേഷന് വരും. നമുക്ക് വിവരമില്ലെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇനി കോഗ്നിറ്റീവ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഞാൻ 2-3 ടേമുകൾ പറഞ്ഞു: റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്. ഈ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ചോദിച്ചാൽ എന്താണ്? റിമെമ്പർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മെമ്മറിയിൽ നിന്ന് റീകോൾ ചെയ്യണം. അവിടെ അവൻ ഒന്നും ചെയ്യുന്നില്ല, കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ആ കാര്യമാണ് അപ്പൊ റിമെമ്പർ. അപ്പൊ അങ്ങനെ ചോദ്യം ചോദിക്കണമെങ്കിൽ അതിന്റെ അകത്ത് ചോദ്യത്തിൽ ഒരു കണ്ടന്റ് ഉണ്ടാകണ്ടേ? അവൻ ജസ്റ്റ് മെമ്മറിയിൽ നിന്ന് റീകോൾ ചെയ്യാൻ. അപ്പൊ ആ ചോദ്യത്തിൽ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. അപ്പൊ ഈ വാക്കുകൾ ഉണ്ടെങ്കിൽ മിക്കവാറും എന്താണ്? ജസ്റ്റ് റീകളക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളെന്നാണ് തിരിച്ചറിയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വാക്കുകൾ. ഇത് ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യരുത്. നമ്മളാണ് ക്വസ്റ്റ്യൻ ഇട്ടേ, നമുക്കറിയാം ഈ വാക്കുണ്ടെങ്കിലും അത് ചെയ്യേണ്ട പ്രവൃത്തി വേറെയാണ്. ഇതൊരു ഗൈഡ് ലൈൻ മാത്രമാണ്. അപ്പൊ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട എന്താണ്? അതിന് റിമെമ്പർ എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ഓർ റീകോൾ ഇൻഫർമേഷൻ എന്നുള്ള ആശയം വരുന്ന എന്ത് വാക്കുകളും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത് നമ്മൾ ആ ചോദ്യത്തിന്റെ സെൻസ് വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇനി അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ടു കൺസ്ട്രക്ട് മീനിങ് ഫ്രം റിട്ടൺ മെറ്റീരിയൽ ഓർ ഗ്രാഫ്സ്. അതായത് നമുക്ക് അതിനെ അനലൈസ് എന്താണ് മനസ്സിലാക്കി നമ്മൾ കൊടുത്തതിനെ ഡയറക്റ്റ് ആയിട്ട് പറ്റത്തില്ല, അതിന്റെ ഒരു ഇൻഫറൻസ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അറിവായിരിക്കണം ചോദ്യത്തിൽ നിന്ന്. അടുത്തത് എന്താണ്? അപ്ലൈയിങ് ആണെങ്കിൽ എന്താണ്? ഈ കിട്ടിയ സാധനം ഇപ്പൊ അവന്റെ എന്തുണ്ട്? റിമെമ്പർ ചെയ്യാൻ ആ കാര്യം അറിഞ്ഞിട്ടുണ്ട്, അതെന്നാന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ? പുതിയൊരു സിനാരിയോ കൊണ്ട് അതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്തത് എന്താണ്? അനലൈസ് ആണെങ്കിൽ എന്താണ്? ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അനലൈസ് ചെയ്ത് അപ്ലൈ ചെയ്ത് വെച്ചേക്കുന്ന പല കാര്യങ്ങളുണ്ട്, ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സിനാരിയോയിൽ അപ്ലൈ ചെയ്ത് ശരിയാവുമോ മറ്റൊന്നുള്ള അനലൈസിങ് പ്രോസസ് നടത്താം. ഇങ്ങനെ അനലൈസ് ചെയ്താൽ അവൻ എന്ത് തീരുമാനം എടുക്കാം? ഇവാലുവേറ്റ്. എന്താണ്? ഒന്നാമത്തെ കാര്യമാണോ നല്ലത്, രണ്ടാമത്തെ കാര്യമാണോ നല്ലത്, അത് ഇത് രണ്ടും കൊള്ളത്തില്ലോ, ഇത് രണ്ടും അക്സെപ്റ്റബിൾ ആണോ എന്നുള്ള തീരുമാനം എടുക്കാൻ അവനെ കൊണ്ട് പ്രാപ്തനാണ്. അതാണ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ ലെവൽ. ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എന്താണ്? ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 2 മണിക്കൂർ പരീക്ഷയിൽ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റിയ ചോദ്യം ഇടാൻ നമുക്ക് പറ്റുമെന്നുള്ളത്. കുട്ടി എഴുതുന്നുള്ള രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇത്രയും കാര്യമാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ അഫക്റ്റീവ് ഡൊമൈനിൽ നമ്മൾ 2 കാര്യം പറഞ്ഞ ഇൻട്രസ്റ്റ് ആൻഡ് അപ്രീസിയേഷൻ. പിന്നെ ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ്? CO എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ലെവലിലുള്ള ആ ലെറ്റേഴ്സേ കാണുള്ളൂ. റിമെമ്പർ ആണെങ്കിൽ എന്തായിരുന്നു? റിമെമ്പർ ആണെങ്കിൽ K എന്നായിരിക്കും ഉണ്ടാകുന്നത്. കാരണം നമ്മളിത് നിങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകാം. ബ്ലൂംസ് ടാക്സോണമി എന്നാണ് പറയുന്നത്. കോഗ്നിറ്റീവ് ലെവലില് ബ്ലൂംസിന്റെ റിവേഴ്സ്ഡ് ടാക്സോണമിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേരത്തെ റിമെമ്പറിന് പകരം നോളജ് എന്നായിരുന്നു. അപ്പൊ അതിൽ K ആണ് ഇപ്പോഴും റിമെമ്പറിനകത്ത് ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലാത്തിനും അതേപോലെ തന്നെ. അണ്ടർസ്റ്റാൻഡ് ആണെങ്കിൽ U ആണ്, അപ്ലൈ ആണ് A ആണ്, അനലൈസ് ആണെങ്കിൽ A ആണ്, ഇവാലുവേറ്റ് ആണെങ്കിൽ E ആണ്, ക്രിയേറ്റ് ആണെങ്കിൽ C ആണ്. ഇനി ഇൻട്രസ്റ്റ് അപ്രീസിയേഷൻ ആണെങ്കിൽ IN ഉം AP ആണ്, സ്കിൽ ആണെങ്കിൽ S ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് തിരിച്ചറിയാനുള്ള കീവേഡുകൾ. ഇനി ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ കീവേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനൊക്കെ എവിടെ ഉപയോഗിക്കാം? നിങ്ങൾ ChatGPT കളോട് ചോദിച്ചാൽ ഈ പറയുന്ന പുതിയ പുതിയ കീവേഡുകൾ അവര് കണ്ടെത്തി തരും.
ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ എന്താ നമുക്ക് അറിയാവുന്നവർ തമ്മിൽ സംസാരിച്ച് തീരുമാനിക്കുക. അതുകൊണ്ട് ഈ എക്സസൈസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണ്, ഈ കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഓരോ കോർഡിനേറ്റേഴ്സും തന്റെ കൂടെയുള്ള കോൺട്രിബ്യൂട്ടേഴ്സിനെ കൂട്ടിച്ചേർത്ത് ഒന്ന് ഡിസ്കസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരു കോഴ്സിന് ഒരു കോർഡിനേറ്ററും കോൺട്രിബ്യൂട്ടേഴ്സും ഉണ്ടല്ലോ, അവർക്ക് ഇത് ഡിസ്കസ് ചെയ്ത് രാഷ്ട്രീയം രൂപീകരിക്കാം. അങ്ങനെ രൂപീകരിച്ചതിന് ശേഷം അടുത്ത അതേ കോഴ്സിലുള്ള അതേ പ്രോഗ്രാമിലുള്ള അടുത്ത കോഴ്സുകാരും കൂടെ കൂട്ടിച്ചേർന്ന് ഈ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരാളുടെ ആശയങ്ങൾ മറ്റൊരാളുടെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് അത് തനിയെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക്. അപ്പൊ ആ ലെവലിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ പരമാവധി ഇഷ്യൂസ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ നമുക്ക് മനസ്സിലാവുന്ന വ്യത്യാസമായിരിക്കുമല്ലോ, ആ രീതിയിൽ നിങ്ങൾക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. സ്കില്ലാണെങ്കിൽ ഇങ്ങനെയുള്ള കീവേഡുകൾ, ഈ കീവേഡിന് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഇത് സർക്കുലേഷൻ ഉണ്ട്, ഈ PPT ഇന്നല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ്, തരുന്നതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, പരീക്ഷയുടെ മാർക്ക് അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, പരീക്ഷ എഴുതേണ്ട സമയം അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, ഏത് പാട്ടാന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, ആ പാട്ടിൽ എത്ര മാർക്കാന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, ആ പാട്ടില് എത്ര ക്വസ്റ്റ്യൻ കുട്ടി എഴുതണമെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, ക്വസ്റ്റ്യന്റെ നമ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, ക്വസ്റ്റ്യന്റെ സ്ക്രിപ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, CO ഏതാന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, ടാക്സോണമി ഏതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ കെയർഫുൾ ആണ്. ഇത്രയും കാര്യമാണ് നാട്ടുകാരറിയാൻ പോകുന്നത്. ഇനി പറയുന്ന കാര്യം സിസ്റ്റം മാത്രമേ അറിയുള്ളൂ, വേറൊരാളും ഇതറിയല. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ സിസ്റ്റർ അത് മാനേജ് ചെയ്തോളൂ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുണ്ടാകാതെ ശ്രദ്ധിക്കുക, എക്സ്ട്രാ കെയർ എടുക്കുക. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ എങ്ങനെ ഒരു നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ലെവൽ എന്ന് പറയുന്നത് 3 ഓപ്ഷനുള്ള ഈസി, മീഡിയം ആൻഡ് ചലഞ്ചിങ്. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും എന്താണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ BEd പഠിച്ചിട്ടുണ്ടാകണം. ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പഠിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. BEdന് അത് പറയുന്നത് ഒരു ചോദ്യ പേപ്പറിൽ ഇത്ര ശതമാനം ഈ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കുള്ള ചോദ്യം ഉണ്ടാകണം, ഇത്ര ശതമാനം ഉണ്ടാകണം. അതായത് ഏറ്റവും ബേസിക് ലെവലിൽ പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള മാർക്കിനുള്ള ചോദ്യം എല്ലാവർക്കും അതിനകത്ത് നിന്ന് കിട്ടണം. അന്ന് കരുതി അടുത്ത ആളെ സെഗ്രിഗേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ മീഡിയം ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഉണ്ടാകണം, അതിലെ ബ്രൈറ്റ് ആയിട്ടുള്ളവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ലെവലിൽ ക്വസ്റ്റ്യൻ. ആ 3നെയാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്, ഈസി, മീഡിയം, ചലഞ്ചിങ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ചുമ്മാ ഒരു COയ്ക്ക് നേരെ ഒരു ചലഞ്ചിങ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു കാലത്തും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ചോദ്യം വരികയില്ല. ചുമ്മാ ചലഞ്ചിങ് ആയിട്ട് ഇരിക്കട്ടെ ഒരെണ്ണമെന്ന് വെച്ചാല് ചലഞ്ചിങ് ആയിട്ട് ചോദ്യം ബാങ്കിൽ തന്നെ ഇരിക്കുള്ളൂ, പുറത്തിറങ്ങി ചലഞ്ച് ചെയ്യല. അപ്പൊ എന്ത് ചെയ്യണം, ചലഞ്ചിങ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഇടണമെങ്കിൽ കുറഞ്ഞത് 10 എണ്ണം ചലഞ്ചിങ് ആയിട്ട് അതേ യൂണിറ്റില് അതേ ടാക്സോണമിയില് അങ്ങനെ ഉണ്ടാകണം. ചുമ്മാ കൊണ്ടേ ചലഞ്ച് ചെയ്താൽ ചലഞ്ച് ആകുകയില്ല. അപ്പൊ എന്താണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചലഞ്ച് ചെയ്യാൻ പോകുള്ളൂ, ഇല്ലെങ്കിൽ എവിടെ നിർത്തണം, ഈസി മീഡിയത്തിലൊക്കെ നിർത്തുക. ഏത് സാധനം സെലക്ട് ചെയ്താലും ഈ പറഞ്ഞ 10 ഇരട്ടി എന്ന് പറഞ്ഞ ലോജിക്ക് ഉണ്ടാവണം. അപ്പൊ ചുമ്മാ റാൻഡമായിട്ട് എല്ലാം പറക്കി ഇട്ടിട്ട് അവസാനം ഇത് ചെയ്യുന്നത് ആദ്യം തന്നെ പറഞ്ഞേക്കാം, നിങ്ങൾ എക്സൽ ഷീറ്റിൽ ചോദ്യം ടൈപ്പ് ചെയ്യും, അതിന്റെ അപ്പുറത്ത് ഇതെല്ലാം ഉണ്ട്, 1ാമത്തെ കോളത്തിൽ ഇതെല്ലാം എൻ്റർ ചെയ്യും, ഒറ്റ വലിയാണ്, അങ്ങ് താഴെ വരെ അത് തന്നെ ഫില്ല് ചെയ്ത് വരും. ഒരേ ഓപ്ഷൻസ്. ആ പണി ചെയ്യരുത്. ആ ചോദ്യത്തിന് നേരെ റെലവന്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ മാർക്ക് ചെയ്യാവുള്ളൂ. എളുപ്പപ്പണി ചെയ്താൽ നാണക്കേടുണ്ടാവും. അപ്പൊ അത് ചെയ്യരുത്. അപ്പൊ ഏത് കാറ്റഗറിയാണോ അതിനനുസരിച്ച് തന്നെ മാർക്ക് ചെയ്യാം. അപ്പൊ ആകെ ശ്രദ്ധിക്കേണ്ടത് ആ കാറ്റഗറിയിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടോ 2 ക്വസ്റ്റ്യൻ ആയിട്ടോ ഒന്നും ഇട്ട് വെച്ചേക്കരുത്, ഒരു ഉപയോഗവും ഇല്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇനി ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ നോർമൽ ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതാണ്. നമുക്കിത് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കിയാൽ ഈ കഴിഞ്ഞ സെമ്മിലെ ക്വസ്റ്റ്യൻ ബാങ്ക് ഇപ്പൊ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, അതേ അടുത്ത ബാച്ചിന് എന്ത് ചെയ്യും, ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അടുത്ത ബാച്ചിന് ഉപയോഗിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ചോദിച്ച ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒക്കെ അടുത്ത ബാച്ചിന് ചോദിക്കണമെങ്കിൽ അതിന്റെ കാറ്റഗറി എന്തായിരിക്കണം, വെരി ഇമ്പോർട്ടന്റ്. അടുത്ത ബാച്ചിന് വേണേ ചോദിക്കാം, ചോദിക്കേണ്ടെന്നുള്ളതെങ്കിൽ ഇമ്പോർട്ടന്റ്. ഇതൊന്നും ബാധകമല്ല, എവിടെയെങ്കിലും ചോദിച്ചാൽ മതിയെങ്കിൽ നോർമൽ. അതാണ് അതിന്റെ പർപ്പസ്. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നത്, നമുക്കിത് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10% എന്നൊക്കെ പറഞ്ഞാണ്
ക്വസ്റ്റ്യൻ ബാങ്ക് ആദ്യത്തെ വർഷങ്ങളിൽ എടുക്കുന്നത്, പിന്നെ അത് ഗ്രാജുവലി ഓവർലാപ്പ് കൂടി വരും. എന്തുകൊണ്ട് കൂടും? ചോദ്യ ബാങ്കിൽ ചോദ്യം ഇല്ലെങ്കിൽ ഓവർലാപ്പ് കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ അത് ആദ്യമേ നമ്മൾ പറഞ്ഞ് 20 ചോദ്യമാണ് 10 ഇരട്ടി 200 ചോദ്യം ഉണ്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ എന്ത് കുഴപ്പമുണ്ട്? 2 കൊല്ലം കഴിയുമ്പോൾ മൂന്നാമത്തെ കൊല്ലം വരുമ്പോൾ ആദ്യത്തെ കൊല്ലത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 50% റിപ്പീറ്റ് ചെയ്യും. വീണ്ടും ആൾക്കാർ നമ്മളെ സ്മരിക്കും. ആ സ്മരണ വേണ്ട, പഠിപ്പിച്ചു കഴിയുമ്പോഴുള്ള സ്മരണ മതി, ക്വസ്റ്റ്യൻ പേപ്പറുള്ള സ്മരണ ഒഴിവാക്കുക. അപ്പൊ ആ സ്മരണ ഇല്ലാതാകാൻ ഈ കാര്യങ്ങൾ ചെയ്യുക. ഇനി നേച്ചർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ തിയറിയാണ്. അത് നിങ്ങൾ OB വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതിന് സ്യൂട്ടബിൾ ആയിട്ട് മാർക്ക് ചെയ്യുക. നിങ്ങൾ മിക്കവാറും എല്ലാം ചോദ്യ പേപ്പർ അല്ലാതുകൊണ്ട് മിക്കവാറും തിയറി ടൈപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യമായിരിക്കും ഉണ്ടാകുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ കീ ആണ്. അത് കമ്പൽസറി ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസർ കീ അവിടെ മാർക്ക് ചെയ്തിരിക്കണം. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ളതിനും ആൻസർ കീ എടുക്കാം. നിർബന്ധമില്ല. കാരണം എന്താണ്? സ്കീം നിങ്ങൾ ചോദ്യം ഇട്ടതിന് ശേഷമാണ് പരീക്ഷയുടെ സമയത്ത് നിങ്ങൾ തന്നെ സ്കീം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഇതിനു വേണ്ടി കറക്ഷൻ നടത്താനുള്ള അധികാരമാണ്. അതുകൊണ്ട് അതിന് മെനക്കെടണമെന്നില്ല. ആകെ എന്തിനു മാത്രം ഉണ്ടായാൽ മതി? MCQന്റെ ചോദ്യത്തിന് ഒരു കറക്റ്റ് ഉത്തരം. നമ്മൾ പറയുമ്പോൾ എന്താണ്? നമ്മൾ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുകയാണെങ്കിൽ ചോദ്യത്തിലുള്ള മിസ്റ്റേക്ക് അന്നേരം തന്നെ തിരിച്ചറിയും. അതുകൊണ്ടാണ് ആൻസർ കീ വേണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്നെ നമ്മൾ കണ്ടുപിടിക്കുള്ളൂ. പിള്ളേരൊക്കെ എഴുതി എല്ലാ സ്മരണയും കഴിഞ്ഞ് പേപ്പർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചോദ്യം അവിടെ എഴുതാൻ പറ്റത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിന് സൂട്ടബിൾ അല്ലായിരുന്നു മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യും? ഗീവ് ഗുഡ് എന്നാന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്നാന്ന് അറിയത്തില്ല. നമ്മളാണെങ്കിൽ എന്താണ് റീസണബിൾ അറ്റൻഡിനെല്ലാം മാർക്ക് കൊടുക്കുക എന്നാണ് നമ്മൾ എഴുതാറ്. നിങ്ങൾ എങ്ങനെ എഴുതുന്നതെന്ന് അറിയത്തില്ല. അതിന്റെ സ്മരണ എന്താണ്? ചോദ്യം ഔട്ട് ഓഫ് സിലബസ് ആണ്, അല്ലെങ്കിൽ ഉത്തരവില്ലാത്തതാണ്. അതിന് ഉത്തരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഇല്ലെന്നുള്ളതാണ്. അതുണ്ടാകാതെ നോക്കണമെങ്കിൽ എപ്പോഴാണ് അതിന്റെ ആൻസർ ഉണ്ടോ എന്നൊന്ന് നിങ്ങൾ തന്നെ എഴുതി നോക്കിയാൽ കിട്ടും. ഇല്ലെങ്കിൽ അത് ആൻസർ ഇല്ല. അതുകൊണ്ടാണ് ആൻസർ കീ വേണമെന്ന് പറയുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി സ്കീം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഫ്രീഡം ആണ്, ഇടാം. പിന്നെ ഇന്ന് 22 നമ്മുടെ ഡേറ്റ് 29 ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തെന്ന് പറയുന്നത് എക്സ്പയറി ആണ്. നിങ്ങളുടെ കേസിൽ അത് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ചോദ്യത്തിന്റെ റെലവൻസ് ഒരു കറണ്ട് അഫയേഴ്സിലുള്ള ചോദ്യമാണെങ്കിൽ ലൈഫ് നമുക്ക് പറയാം ഇത് അടുത്ത ബാച്ചിനോട് ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ബാച്ചിനോട് ചോദിക്കാന്ന് പറയാം. അങ്ങനെ ചോദ്യം എക്സ്പയർ ആകുന്നില്ലാതെങ്കിൽ ലൈഫ് ടൈം, അതിന് എക്സ്പയർ എന്ന് പറയുന്നതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ ഉണ്ട്, അത് തിരഞ്ഞെടുക്കുക. അതാണ് ലൈഫ് ടൈം ഉദ്ദേശിക്കുന്നത്. ഇത് എക്സ്പയർ ആകുന്നില്ല, ഏത് ബാച്ചിൽ വേണേലും ചോദിച്ചോളാൻ പറയുന്ന കാര്യം. പിന്നെ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നതാണ്. അതും യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡ്രീമാണ്. യൂണിവേഴ്സിറ്റിയുടെ ഡ്രീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യ ബാങ്ക് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ചോദ്യ ബാങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ആഗ്രഹം ഒരു 1500-2000 ചോദ്യം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് തുറന്നു കൊടുക്കാം. ആരും പഠിച്ചിട്ട് കാണാൻ പഠിച്ചെടുക്കുന്ന ഒരു സിനാരി ഇല്ലല്ലോ. അപ്പൊ അടുത്ത പ്രശ്നം എന്താണ്? ക്രിയേറ്റ് ലെവലൊരു ചോദ്യം നിങ്ങൾ ഇട്ടു, ചോദ്യ ബാങ്ക് തുറന്നു കൊടുത്തു, പിന്നെ അത് ക്രിയേറ്റ് ആണോ? അയാൾ എന്താക്കി? എന്തായി? റിമെമ്പർ ലെവൽ ചോദ്യമായി. അപ്പൊ ക്രിയേറ്റ് എന്നായിരുന്നു ചോദ്യം ഇട്ടിരുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ ബാങ്ക് തുറന്നു കൊടുത്തപ്പോൾ എന്തായി മാറി? റിമെമ്പർ ആയി. അപ്പൊ അന്ന് കഴിഞ്ഞാൽ ചോദ്യം പിന്നെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം എന്ത് ചെയ്യാം? ആ ചോദ്യം തുറന്നു കൊടുക്കുന്നതിന് പകരം ചോദ്യത്തിന്റെ ആശയം തുറന്നു കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്ലേസ് ഹോൾഡർ ഉള്ളത്. നിങ്ങൾ ഒരു 1000-1500 ചോദ്യം ഇടുന്നുണ്ടെങ്കിൽ ആ പണിക്ക് പോയാൽ മതി. ഇല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നതല്ല. അപ്പൊ പ്ലേസ് ഹോൾഡറിന്റെ അവിടെ എന്ത് ചെയ്യാം? ബ്ലാങ്ക് ആയിട്ട് ഇടാം, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയാണ് ആ എക്സൽ ടെംപ്ലേറ്റിലുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ ഒന്നുകൂടെ ഡെമോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ എന്തൊക്കെ വേണ്ടതെന്ന് മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ റിവേഴ്സ് കാൽക്കുലേഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്, അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ചെയ്തവരുടെ നല്ല സ്മരണ കിട്ടിയതാണ്. നമ്മളെ അന്ന് സ്മരിച്ചതേ ഉള്ളൂ, പിള്ളേരൊന്നും അല്ല നമ്മളെ സ്മരിച്ചിട്ട് ഏതവനട ഉണ്ടാക്കി ആശയം ഉണ്ടാക്കി എന്നൊക്കെ ഒത്തിരി പേര് വിളിച്ചു. നല്ല നല്ല സ്മരണകൾ കിട്ടി. നേരിട്ട് വർത്താനം പറഞ്ഞവരുണ്ട്, കൂട്ടം കൂടി വർത്താനം പറഞ്ഞവരുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പം അത് അവരാരും കണ്ടില്ല. എന്ന് വെച്ചാല് നമ്മൾ ഇതുപോലെ 230 ചോദ്യ ബാങ്ക് ഉണ്ടായിരുന്നു. അത്രയും പേര് നമ്മളെ സ്മരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ അതിനെല്ലാം ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു ആ കോംപ്ലിക്കേറ്റഡ് പരിപാടിയിലേക്ക് നമ്മൾ പോവുകയല്ല. സിസ്റ്റം ഉണ്ടാക്കിയവരെ കൊണ്ട് ഇത് മാറ്റിക്കാൻ തീരുമാനിച്ചു. നമ്മളായിട്ട് ഡിസൈൻ ചെയ്തതല്ല എന്ന് പറയുന്നു.
ആദ്യമേ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആശയം എന്ത് വരുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. ആ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ മേടിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തേ ഉള്ളൂ, ഏത് പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്, ആ ക്വസ്റ്റ്യൻ ഏത് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കണം, അത് ഏത് സിഒയിൽ നിന്ന് ചോദിക്കണം. ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്യേണ്ട കാര്യമുള്ളൂ. കഴിഞ്ഞ കാലത്തെ പോലെ ഏത് ടാക്സോണമിയാണ്, ഏത് നേച്ചറാണ്, ഏത് ലെവലാണ്, അങ്ങനെയുള്ള ലോജിക്കൊന്നുമില്ല. അതെല്ലാം സിസ്റ്റം ബാക്കെൻഡിൽ നിന്ന് ടേക്ക് കെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഒന്നാമത്തെ ചോദ്യം ഏത് മൊഡ്യൂളിൽ നിന്ന് ഏത് സിഒയുടെ ഏത് പാർട്ടാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ട് എ ആണ്. അപ്പൊ പാർട്ട് എയിലെ ഒന്നാമത്തെ ചോദ്യം ഏത് മൊഡ്യൂളിൽ നിന്ന് ഏത് സിഒയിൽ നിന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ഉറപ്പാക്കണം, ഈ പറയുന്ന രീതിയിൽ ചോദ്യമുണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. ആ പരിപാടിയാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ എന്താ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അവസാനം ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ പരിപാടി ഏറ്റവും ആദ്യം ചെയ്യുന്നു, എന്നിട്ട് അതിനനുസരിച്ച് ചോദ്യം ഇടുന്നു. അപ്പം പാർട്ട് എയിലേക്ക് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് ചോദ്യം വേണമെങ്കിൽ എന്ത് വേണം, പാർട്ട് എയില് എത്ര യൂണിറ്റ് ഉണ്ടോ അത്ര യൂണിറ്റിൽ നിന്ന് എന്ത് വേണം, പാർട്ട് എയിലേക്ക് ചോദ്യം ഉണ്ടാക്കണം. കാരണം സിസ്റ്റം ആണ് തീരുമാനിക്കുന്നത് അതിൽ ഏത് യൂണിറ്റിൽ നിന്നാണ് ചോദ്യം എടുക്കുന്നത്. അപ്പൊ എന്തുണ്ടാകണം, മൊഡ്യൂൾ 1ൽ നിന്ന് ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സിസ്റ്റത്തിന് ഫ്രീഡം കിട്ടുന്നത് എന്താണ്, മൊഡ്യൂൾ 1ലുള്ള ഏത് യൂണിറ്റിൽ നിന്നും ചോദ്യം ചോദിക്കാം. എന്ന് വെച്ചാൽ എന്താണ്, മൊഡ്യൂൾ 1ലെ എല്ലാ യൂണിറ്റിൽ നിന്നും പാർട്ട് എയിലേക്ക് ചോദ്യം ഉണ്ടാകണം അല്ലെ. ഇനി അതിനകത്തൊരു കൺസ്ട്രെയിൻ വരുന്നത് എന്താണ്, പാർട്ട് എയിലെ മൊഡ്യൂൾ പറഞ്ഞു കൂടാതെ എന്തും കൂടെ പറയുന്നുണ്ട്, സിഒ കൂടെ പറയുന്നത്. അപ്പൊ എന്ത് ഉറപ്പാക്കണം, ആ സിഒയിൽ നിന്ന് ഉള്ള യൂണിറ്റുകളിൽ എല്ലാത്തിൽ നിന്നും പാർട്ട് എയിലെ ചോദ്യം ഉണ്ടാകണം. അപ്പൊ ആ കാര്യം നമ്മൾ ആദ്യമേ ചെയ്യുവാണ്, ആ ഡിസ്ട്രിബ്യൂഷനെ ചെയ്യുവാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു മോഡൽ ഇതാണ്, 4 പാർട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നിങ്ങളൊന്ന് മനസ്സിൽ നിങ്ങളുടേതായ രീതിയിൽ ആലോചിച്ചു തുടങ്ങുക. 4 പാർട്ടാണുള്ളത്. പാർട്ട് എയ്ക്കകത്ത് 10 ചോദ്യമാണ് വേണ്ടത്. ഈ 10ഉം കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യേണ്ടതാണ്. അപ്പൊ ചോദ്യ പേപ്പറിൽ എത്ര ചോദ്യം ഉണ്ടെന്ന് പറയാം, 10 ചോദ്യമുണ്ട് പാർട്ട് എയിൽ നിന്ന്. എന്റെ ടൈപ്പ് എന്താണ്, MCQ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ എന്ത് വേണം, ഈ ചോദ്യ ബാങ്കിൽ ഇത്രയും ചോദ്യം വന്നെങ്കിൽ ഈ 10 യൂണിറ്റ് അതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകണം. ആ യൂണിറ്റുകളിലെല്ലാം MCQ ടൈപ്പ് ചോദ്യം ഉണ്ടാകണം. പാർട്ട് ബി ഇനി എന്താണ്, 12 ചോദ്യമുണ്ട്. കുട്ടി എഴുതേണ്ടത് 10 ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എത്ര ചോദ്യമാണ്, 12 ചോദ്യമാണ്. അപ്പൊ ആദ്യത്തെ പാർട്ട് എയിൽ 10 ചോദ്യം ഉണ്ടായിരുന്നു, ഇവിടെ 12. അപ്പൊ ടോട്ടൽ ക്വസ്റ്റിന് 22ആയി. പാർട്ട് സിയില് 6 ചോദ്യമാണുള്ളത്. അതിൽ നിന്ന് കുട്ടി 4 എണ്ണം എഴുതണം, പക്ഷെ നമുക്ക് 6 എണ്ണം വേണം. 22 6 28ആയി. പാർട്ട് ഡി ആണ്, അവിടെ 4 ചോദ്യം വേണം. അപ്പം 4 2 എണ്ണം എഴുതിയ പക്ഷെ നമ്മളെ സംബന്ധിച്ച് 4 ആണ്. അപ്പൊ മൊത്തം ചോദ്യ പേപ്പറിൽ എത്ര ചോദ്യം വേണം, 32 ചോദ്യം വേണം. അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് എന്ത് പറയാം, 4 മൊഡ്യൂളുള്ള ഒരു പേപ്പർ ആണെങ്കിൽ ഈ 4 മൊഡ്യൂളും കൂടെ കൂടി ചേർന്നിട്ട് എത്ര യൂണിറ്റ് ഉണ്ടാകണം, 32. കറക്റ്റ് 32 വെച്ചാൽ എന്ത് സംഭവിക്കും, ഒരു ചോയ്സ് സിസ്റ്റത്തിന് ഇല്ലെന്നാവും. അപ്പൊ എന്ത് വേണം, 32നേക്കാൾ കൂടിയ 1 2 നമ്പർ എങ്കിലും കുറഞ്ഞത് കൂടുതലുണ്ടാകണം. അപ്പൊ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇച്ചിരി മാത്തമാറ്റിക്കൽ ആണ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ ഡൗട്ട് ചോദിക്കുക. നമുക്ക് ഇത് അവസാനത്തേന്ന് വെച്ചാൽ ക്ലാരിഫിക്കേഷൻ ബുദ്ധിമുട്ടുണ്ടാകും. സിലബസ് എടുക്കുക. ആദ്യമേ ഇത് നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. സിലബസ് എടുക്കുക. 4 ക്രെഡിറ്റിന്റെ കോഴ്സ് ആണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് അതിന് 4 മൊഡ്യൂൾ ഉണ്ടാകും അല്ലെ. 5ാമത്തെ മൊഡ്യൂൾ എന്തായിരുന്നു, ടീച്ചർ സ്പെസിഫിക് കണ്ടന്റ്. അതിനെ നമ്മൾ കളഞ്ഞു. 4 മൊഡ്യൂൾ ഉണ്ട്. ഇനി നമ്മൾ സിലബസ് എടുത്തിട്ട് നമ്മളിപ്പോ കണ്ടുപിടിച്ച കാര്യം എന്താണ്, 4 ക്രെഡിറ്റിന്റെ ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും എത്ര മാർക്കിന്റെ പരീക്ഷയാണെന്ന് നമ്മൾ പറഞ്ഞേ, 70 മാർക്കിന്റെ പരീക്ഷയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു 70 മാർക്ക് എന്ന് എഴുതുന്നതാണ് കുട്ടി ചോയ്സോടുകൂടി എഴുതി കഴിയുമ്പോഴാണ് 70 മാർക്കിലാണ്. നമ്മളെ സംബന്ധിച്ച് എത്രയായിരിക്കും അപ്പം, അതിൽ കൂടുതൽ മാർക്കിന്റെ ചോദ്യ പേപ്പറാണ്. അതിന് കാരണം എന്താണ്, 1ാമത്തെ പാർട്ടില് 10 ചോദ്യം ഉണ്ട്, അതിൽ 1 മാർക്ക്. അപ്പൊ എത്ര മാർക്കായി, 10 മാർക്കായി. 2ാമത്തെ 12 10 അവൻ എഴുതിയാൽ മതി, പക്ഷെ നമുക്ക് 12 ഉണ്ട്. അപ്പൊ ഓരോ ചോദ്യത്തിന് 2 മാർക്കാണ്. അപ്പൊ അതാണ് 12 × 2. അപ്പം അടുത്ത ചോദ്യത്തിന് അത് 6 എണ്ണം കൊടുത്തിട്ട് 4
70 മാർക്കിന്റെ പരീക്ഷയാണ് നടത്തുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എത്ര മാർക്കിന്റെ പരീക്ഷയായി മാറി? 104 മാർക്കിന്റെ പരീക്ഷയെ. ആലോചിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ക്ലിയർ ആകുന്നുണ്ടെ പറയാം. അതായത് ചോദ്യ പേപ്പർ 70 മാർക്കിന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര മാർക്കിന്റെ ചോദ്യ പേപ്പറായി മാറി? 104 മാർക്കിന്റെ ചോദ്യ പേപ്പറായി മാറി അല്ലെ? ഇനി നമുക്ക് അടുത്ത കാര്യം എന്ന് വെച്ചാല് ഇത് 4 ക്രെഡിറ്റിന്റെ തിയറി കോഴ്സ് ആണെന്നുള്ള പറഞ്ഞേ. അപ്പൊ എത്ര മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടാവുക? 15 മണിക്കൂറാണ് ഒരു ക്രെഡിറ്റിന്. അപ്പൊ ഇത് 60 മണിക്കൂറിന്റെ ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ ഈ 60 മണിക്കൂറിന്റെ കോഴ്സിൽ നിന്ന് എത്ര മാർക്കിന്റെ ചോദ്യം ചോദിക്കണം? 104 മാർക്കിന്റെ ചോദ്യം ചോദിക്കണം. അപ്പൊ നമുക്കറിയാം അതിലെ 60 മണിക്കൂറിൽ 30 മണിക്കൂർ ഒരു യൂണിറ്റ് ഒരു മൊഡ്യൂൾ ആണെങ്കിൽ ആ 30 മണിക്കൂറുള്ള യൂണിറ്റിൽ നിന്നായിരിക്കേണ്ട ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കേണ്ടത് അല്ലെ? കൂടുതൽ മണിക്കൂറുള്ള യൂണിറ്റിൽ മൊഡ്യൂളിൽ നിന്നായിരിക്കണം കൂടുതൽ ചോദ്യം ചോദിക്കേണ്ടത്. അപ്പൊ അതിന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? അത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ നമുക്ക് 104 മണിക്കൂറാണല്ലോ ഉള്ളത്. 104 മണിക്കൂറിൽ നിന്ന് 60 മണിക്കൂറിന്റെ കോഴ്സാണ് ഉള്ളത്. 104 മാർക്കാണ്, 60 മണിക്കൂറിന്റെ കോഴ്സാണ്. അപ്പം 1 മണിക്കൂറിന്റെ പോർഷനിൽ നിന്ന് എത്ര മാർക്കിന് ചോദ്യം ചോദിക്കണം കണ്ടുപിടിക്കാമല്ലേ? മൊത്തം വേണ്ടത് 104 ആണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചേക്ക് എടുത്തേക്കുന്ന സമയം 60 മണിക്കൂറാണ്. അപ്പൊ 104നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 മണിക്കൂർ ക്ലാസ്സിന്റെ അകത്തുനിന്ന് എത്ര മാർക്കിന്റെ ചോദ്യം വേണമെന്ന് തീരുമാനിക്കാം. ആലോചിക്ക് മനസ്സിലായോ? 104 മാർക്കാണ് ടോട്ടൽ വരണ്ടേ. 60 മണിക്കൂറിന്റെ ക്ലാസ് ആയിരുന്നു. അപ്പൊ 104 ഡിവൈഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ സിലബസിലുള്ള കാര്യത്തിൽ നിന്ന് എത്ര മാർക്കിന്റെ ചോദ്യം ചോദിക്കണമെന്ന് തീരുമാനിക്കാം. അതായത് 104 ഡിവൈഡ് ബൈ 60 എന്ന് പറഞ്ഞാല് 1 മണിക്കൂറിന് എത്ര മാർക്ക് ചോദ്യ പേപ്പറിൽ ഉണ്ടെന്ന് തീരുമാനിക്കാം. ക്ലിയർ ആയോ? അതായത് 60 മണിക്കൂർ ക്ലാസ് എടുക്കുന്നു, 104 മാർക്കിന്റെ ചോദ്യം ചോദിക്കണം. അപ്പൊ 104 ഡിവൈഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ക്ലാസ് എടുത്താൽ ചോദ്യ പേപ്പറിൽ എത്ര മാർക്കിന്റെ ചോദ്യം ചോദിക്കാമെന്നാണ് അല്ലെ? അപ്പൊ 104 ഡിവൈഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ 1.73 കിട്ടും. അപ്പൊ നിങ്ങൾ എത്ര ഡിവിഷൻ കിട്ടിയാലും അതിൽ 2 എണ്ണം നിർത്തുക. അപ്പൊ 1.73 ആണ്. അപ്പൊ 1 മണിക്കൂർ ക്ലാസ് ഉള്ള ഏരിയയിൽ നിന്ന് ചോദ്യ പേപ്പറിൽ മൊത്തം എല്ലാ പാർട്ടിലും കൂടെ കൂടിയിട്ട് 17 ആണ്. 1.7 മാർക്ക്, 2 മാർക്കില്ല, 1.7 മാർക്ക് എടുക്കാണ്. ഇനി നമ്മൾ സിലബസിലേക്ക് വരുന്നു. ഈ M1 M2 M3 എന്ന് പറയുന്ന ആണ് മൊഡ്യൂള്. ആ മൊഡ്യൂള് M1 M2 M3 തൊട്ട് താഴെ കാണിച്ചില്ല മണിക്കൂറുകളാണ്. ഒന്നാമത്തെ മൊഡ്യൂളിന് 10 മണിക്കൂറാണ് സിലബസിൽ പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിന് 15 മണിക്കൂർ, മൂന്നാമത്തെ മൊഡ്യൂളിന് 20 മണിക്കൂർ, നാലാമത്തെ മൊഡ്യൂളിന് 15 മണിക്കൂർ. അപ്പൊ നമുക്ക് എന്ത് തീരുമാനിക്കാം? ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്കിന്റെ ചോദ്യം ചോദിക്കാം തീരുമാനിക്കാമല്ലോ. നമ്മൾ ആദ്യമേ കണ്ടു 104 മണിക്കൂർ അല്ല 104 മാർക്കിന്റെ ചോദ്യം ചോദിക്കണം. അതിനെല്ലാം കൂടെ നമ്മൾ 60 മണിക്കൂർ എടുത്ത് അങ്ങനെയാണ് 1 മണിക്കൂർ പഠിപ്പിച്ചെടുത്ത് 1.73 മാർക്ക് ചോദ്യം ചോദിക്കാന്ന് കണ്ടു. ഇനി നമുക്കറിയാം എന്താണ്, ഇതെല്ലാം മൊഡ്യൂൾ വെച്ചിട്ടാണ്. അപ്പൊ ഒന്നാമത്തെ മൊഡ്യൂള് 10 മണിക്കൂറിന്റെ മൊഡ്യൂളാണ്. അപ്പൊ എത്രയാണ്? 1 മാർക്ക് 1 മണിക്കൂറാണെങ്കിൽ 1.73 ഉപയോഗിക്കുക. അപ്പൊ 10 മണിക്കൂർ ആകുമ്പോൾ എന്താവും? 1.73 into 10. അതാണ് ഈ സൈഡിൽ കാണിച്ചേക്കുന്നത്. 1.73 into 7 10 എന്ന് പറഞ്ഞാൽ 17.3 എന്ന് പറയും. അപ്പൊ 0.3 നമ്മൾ ഒഴിവാക്കി. അപ്പൊ 70 മാർക്കിന്റെ ചോദ്യം. അതാണ് മൊഡ്യൂൾ 1ന്റെ M1 10 hours 70 മാർക്ക് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ മൊഡ്യൂൾ 1ൽ നിന്ന് ചോദ്യ പേപ്പർ വരാവുന്നത് 17 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. പാർട്ട് എയും ബിയും സിയും ഡിയും കൂടെ കൂടിയിട്ടുണ്ട്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് 15 മണിക്കൂറാണ്. അപ്പൊ 1.73 into 50 അത് 26 ആയിട്ട് എടുക്കുന്നു. റൗണ്ട് ചെയ്ത് എടുക്കുക. അപ്പൊ 26 മാർക്കിന്റെ ചോദ്യം എവിടെ നിന്ന് ചോദിക്കാം? മൊഡ്യൂൾ 2ൽ നിന്ന് ചോദിക്കാം. മൊഡ്യൂൾ 3ക്ക് 20 മണിക്കൂർ ആയതുകൊണ്ട് 35 മണിക്കൂർ. മൊഡ്യൂൾ 4ന് 15 മണിക്കൂറാണ്. അപ്പൊ 26 മാർക്കിന്റെ ചോദ്യം ചോദിക്കാം. അപ്പൊ 104 എന്ന് പറയുന്ന മാർക്കിനെ നമ്മൾ എന്താക്കി മാറ്റി? 17, 26, 35, 26 മാർക്ക്. ഇതെല്ലാം കൂടെ എവിടെ നിന്ന് കൂടിയിട്ടാണ്? എയിലും ബിയിലും സിയിലും ഡിയിലും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? നമ്മൾ പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്ത പോർഷനിൽ നിന്ന് ചോദ്യ പേപ്പറിൽ കൂടുതൽ ചോദ്യം ഉണ്ടെന്ന് ഉറപ്പാക്കാം അല്ലെ? കുറഞ്ഞ സമയം ഉള്ളിടത്തുനിന്ന് കുറച്ച് ചോദ്യം ചോദ്യ പേപ്പറിൽ ഉണ്ടാവുള്ളൂ. ഇത് ക്ലിയർ ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം.
പാർട്ട് എയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, പാർട്ട് എയിൽ ഏത് മൊഡ്യൂളിൽ നിന്നാ ചോദിക്കണ്ടേ നമ്മൾ പറയുമെന്ന് പറഞ്ഞില്ലായിരുന്നു? അവിടെ അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, ഞാൻ അതിന് മുകളിലത്തെ കാര്യം പറഞ്ഞു. ആ ടേബിളിന്റെ ഹെഡിങ് വരെ ഞാൻ ആയിട്ടുള്ളൂ, താഴത്തേക്ക് എത്തിയിട്ടില്ല. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ടോട്ടൽ മാർക്കിന്റെ കാര്യത്തിലോ ടോട്ടൽ അവർ പെർ യൂണിറ്റ് മാർക്കിന്റെ കാര്യത്തിലോ ആ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന മാർക്കിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാം. താഴത്തെ ടേബിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ആകാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ മൊഡ്യൂൾ 1ൽ നിന്ന് നമുക്ക് ഇപ്പൊ എത്ര മനസ്സിലായി? 17 മാർക്കിന് ചോദ്യം ചോദിക്കണമെന്നും മൊഡ്യൂൾ 2ൽ നിന്ന് 26 മാർക്കിന് ചോദ്യം ചോദിക്കണമെന്നും മൊഡ്യൂൾ 3ൽ നിന്ന് 35 മാർക്കിന് ചോദ്യം ചോദിക്കണമെന്നും മൊഡ്യൂൾ 4ൽ നിന്ന് 26 മാർക്കിന് ചോദ്യം ചോദിക്കണം തീരുമാനിച്ചല്ലോ. ഇനി അടുത്ത നമ്മുടെ കൺസേൺ എന്താണ്? ഇതെങ്ങനെ ABCDയിലേക്ക് കൊടുക്കാം എന്ന് നമ്മൾ തീരുമാനിക്കണം, അല്ലെ? അപ്പൊ നമുക്കറിയാവുന്ന ഏറ്റവും സേഫ് അവിടെ തുടങ്ങണമെന്ന് വെച്ചാല് ഈ ചോദ്യ പേപ്പറില് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ചോദ്യം ഏതാണെന്ന് ആദ്യം നോക്കുക. അത് സ്വാഭാവികമായിട്ട് ഏതായിരിക്കും? പാർട്ട് ഡിയിലായിരിക്കും. അപ്പൊ നമ്മൾ ഈ പറയുന്ന മണിക്കൂർ മാർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, 17, 26, 35, 26. ഈ കിട്ടിയിരിക്കുന്ന മാർക്കും ആ ചോദ്യത്തിന്റെ മാർക്കും അതിനൊക്കെ കുറവാണ്. ചോദ്യത്തിന്റെ മാർക്ക് അതിനൊക്കെ കുറവും ആ മൊഡ്യൂളിൽ കൊടുത്തേക്കുന്ന മാർക്ക് അതിനൊക്കെ കൂടുതലുമാണെങ്കിൽ എന്ത് ചെയ്യാം? അപ്പൊ നമ്മള് പാർട്ട് ഡിയിൽ 10 മാർക്കിന്റെ ചോദ്യമുള്ളത് നമുക്ക് മൊഡ്യൂൾ 1ൽ നിന്ന് ചോദിക്കാവുന്നത് 17 മാർക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഒരെണ്ണം മൊഡ്യൂൾ 1ൽ നിന്ന് പാർട്ട് ഡിയിലേക്ക് ഒരു ചോദ്യം ചോദിക്കാൻ തീരുമാനിക്കാമല്ലോ. ഇനി അഥവാ നമുക്ക് അലോട്ട് ചെയ്തേക്കുന്ന മൊഡ്യൂൾ 1ന് 10 മാർക്കാണ്, പക്ഷെ ചോദ്യം 15 മാർക്കിന്റെ ആണെങ്കിൽ അവിടുന്ന് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ആ ലോജിക്കാണ് ഇനി അപ്ലൈ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഏതാന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് പാർട്ട് ഡിക്കാണ്. അവിടെ 10 മാർക്കാണ് ചോദ്യത്തിനുള്ളത്, പക്ഷെ അലോട്ട് ചെയ്യാവുന്നത് നമുക്ക് 17ആണ് ഏറ്റവും കുറഞ്ഞതുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? 17 ഉള്ളിടത്ത് പാർട്ട് ഡിയിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാൻ തീരുമാനിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? നമ്മള് താഴത്തെ റോയില് 1 1 1 ഇട്ടുവിടുക. അപ്പൊ എന്ത് തീരുമാനിച്ചു? പാർട്ട് ഡിയിൽ 4 എസ്ഐ ചോദ്യമുള്ള നമ്മുടെ ഈ 4 മൊഡ്യൂളിലുള്ള ഓരോ ചോദ്യം എന്ത് ചെയ്യാം? ഓരോ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാന്ന് തീരുമാനിക്കാം. അതാര് തീരുമാനിച്ചു? നമ്മൾ തീരുമാനിച്ചു. പാർട്ട് ഡി എന്ന് പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് ഓരോ മൊഡ്യൂളിൽ നിന്ന് ഓരോ ചോദ്യം ചോദിക്കാന്ന് നമ്മൾ തീരുമാനിച്ചു. സിസ്റ്റം എന്ത് തീരുമാനിക്കും? നമ്മൾ എന്തേ പറയുന്നുള്ളൂ? മൊഡ്യൂളിൽ നിന്ന് ചോദ്യം ചോദിക്കാനേ പറയുന്നുള്ളൂ. യൂണിറ്റ് ഏതാന്ന് ആരാ തീരുമാനിക്കുന്നേ? സിസ്റ്റം തീരുമാനിക്കണം. അപ്പൊ മൊഡ്യൂൾ 1ൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുകയും അതിൽ 5 യൂണിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തുറപ്പാക്കണം? 5 യൂണിറ്റിൽ നിന്നും പാർട്ട് ഡിയിലേക്ക് ചോദ്യം ഉണ്ടാകാൻ തീരുമാനിക്കണം. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു യൂണിറ്റ് ചോദ്യം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സിസ്റ്റത്തിന് തിരഞ്ഞെടുക്കാനുള്ള അവസരം കുറയില്ലേ? അപ്പൊ അത് ഉറപ്പാക്കാൻ എന്ത് ചെയ്യാം? എത്ര യൂണിറ്റ് ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ കൊണ്ടുപോയി പാർട്ട് ഡിയില് ചോദ്യം ചോദിക്കണം, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ടോട്ടൽ അലോട്ട്മെന്റിൽ നിന്ന് 10 മാർക്ക് വീതം ഒഴിവാക്കി. പിന്നെ എന്തേ ഉള്ളൂ? മൊഡ്യൂൾ 1ൽ ഇനി 7 മാർക്കേ ഉള്ളൂ, മൊഡ്യൂൾ 2ൽ ഇനി 16 മാർക്കേ ഉള്ളൂ, മൊഡ്യൂൾ 3ൽ 25 മാർക്കുണ്ട്, മൊഡ്യൂൾ 4ൽ 16 മാർക്കുണ്ട്. അപ്പൊ ഇനി അടുത്ത ലെവലിൽ ആര് വരണം? അടുത്ത മാർക്കുള്ള ആളെ കൊണ്ടുവരിക. പാർട്ട് സി അവിടെ എത്ര മാർക്കിന്റെയാണ്? 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ എന്ത് ചെയ്യാം? 17 ആയിരുന്നു ഉണ്ടായിരുന്നേ, 15 ഒരെണ്ണം കൂടി ഇട്ടാലും 17 കടന്നു പോവുകയില്ല. അപ്പൊ എന്ത് ചെയ്യാം? അവിടെ ഒരെണ്ണം കൂടി ഇട്ടു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 1ന് പാർട്ട് ഡിന്നായി, അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട് സിയിൽ നിന്നിട്ടു. ഇതേപോലെ എന്ത് ചെയ്യാം? മൊഡ്യൂൾ 2ലും കൊടുക്കുക, മൊഡ്യൂൾ 3ലും കൊടുക്കുക, മൊഡ്യൂൾ 4ലും കൊടുക്കുക. അപ്പൊ ഇങ്ങനെ താഴെ മുകളിലോട്ട് വരുമ്പോ എന്തായി? ബി എത്തുമ്പോ തന്നെ 17 മാർക്കായി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യത്തില്ല? പാർട്ടിലേക്ക് ക്വസ്റ്റ്യൻ വരത്തില്ല. അത് തൽക്കാലത്തിന് ആലോചിക്ക് വിചാരിച്ചേ, ഞാനത് മാറ്റി പറയും. പാർട്ട് എയിലേക്ക് എന്ത് പറയാം? മൊഡ്യൂൾ 1ൽ നിന്ന് ചോദ്യം വേണ്ട എന്ന് മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ലോജിക്ക് പറയുന്നത് അതല്ലേ മീൻ ചെയ്യുന്നത്. ഇനി എന്താണ് അടുത്ത ലോജിക്ക്? മൊഡ്യൂൾ 1ൽ നിന്ന് ആകെ എത്ര ചോദ്യം ചോദിക്കേണ്ടതുള്ളൂ? 3 ചോദ്യം ചോദിക്കേണ്ടതുള്ളൂ. അപ്പം എത്ര യൂണിറ്റ് മൊഡ്യൂൾ 1ൽ ഉണ്ടാകണം? 3 യൂണിറ്റ് നിർബന്ധം ഉണ്ടാകണം. അതിൽ കൂടുതൽ ഉണ്ടാകുന്നതാണ് നല്ലത്. അപ്പൊ ആ യൂണിറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ കൗണ്ട് എങ്ങനെയാന്ന് മനസ്സിലായോ?
പാർട്ട് എയും ബിയും സിയും ഡിയും കൂടെ കൂടിയിട്ട് ആകെ എത്ര ചോദ്യം ചോദിച്ചാൽ മതി? 3 ചോദ്യം ചോദിച്ചാൽ മതി. അപ്പൊ എന്താണ്? കുറഞ്ഞത് മൊഡ്യൂൾ 1-ൽ നിന്ന് 3 യൂണിറ്റ് എങ്കിലും ഉണ്ടാകാൻ പറയാം. ക്ലിയർ ആയോ? കുറഞ്ഞതാണ് 3 ചോദ്യമാണ് മൊഡ്യൂൾ 1-ൽ നിന്ന് ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊഡ്യൂൾ 2-ലാണെങ്കിൽ എത്രയാണ്? 4, 3, 7, 9 ചോദ്യം ചോദിക്കണം. അപ്പൊ മൊഡ്യൂൾ 2-ൽ നിന്ന് 9 കൂടുതൽ യൂണിറ്റ് ഉണ്ടാകണം. അതുപോലെ തന്നെ മൊഡ്യൂൾ 3-ലാണെങ്കിൽ 13 ചോദ്യം ചോദിക്കണം. അപ്പൊ മൊഡ്യൂൾ 3-ൽ നിന്ന് 13 കൂടുതൽ യൂണിറ്റ് ഉണ്ടാകണം. മൊഡ്യൂൾ 4-ൽ നിന്ന് ഇതുപോലെ തന്നെ 5ഉം 8 യൂണിറ്റ്, അത് 8 ചോദ്യം, അപ്പൊ 8 യൂണിറ്റ് കൂടുതൽ ഉണ്ടാകണം. ഇനി കഴിഞ്ഞ കൊല്ലം ഉണ്ടായ പ്രശ്നം എന്നാന്ന് മനസ്സിലാക്കോ? നിങ്ങൾക്ക് പറയുന്ന ന്യായമായിരുന്നു, ഞാന് 20 ചോദ്യമായിരുന്നു ചോദ്യ പേപ്പറിൽ വരേണ്ടത്, ഞാന് 22 യൂണിറ്റ് ഉണ്ടാക്കിയായിരുന്നു, എന്നിട്ടും ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ എന്തായിരിക്കും പ്രശ്നം? നമ്മൾ മൊഡ്യൂളിന്റെ അകത്തും ചോദ്യത്തിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 22 യൂണിറ്റ് ഉണ്ട്, പക്ഷെ ചിലപ്പോൾ അതിലെ 1ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 2 യൂണിറ്റ് ഇട്ട് ബാക്കി 20ഉം ബക്കടത്താണെങ്കിൽ, എന്നിട്ട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞ 1ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 5 ചോദ്യം പറഞ്ഞാൽ നടക്കുവോ? അപ്പം യൂണിറ്റ് ബേസ് ഒരു മൊഡ്യൂളിന്റെ അകത്ത് എത്ര ചോദ്യം ചോദിക്കുന്നോ അത്രയും യൂണിറ്റുകൾ ആ മൊഡ്യൂളിൽ ഉണ്ടാകണം. അപ്പൊ ഇത് പ്രകാരം എന്തായി? ഞാൻ പറഞ്ഞില്ലായിരുന്നോ കറക്റ്റ് നമ്പർ ഓഫ് യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് കാര്യം നടക്കുന്ന. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? 4 മൊഡ്യൂളാകുമ്പോൾ ഓരോ മൊഡ്യൂളിൽ ഓരോ യൂണിറ്റ് എങ്കിലും എക്സ്ട്രാ ഇട്ടാൽ ഇത് ഈസി ആവും. അപ്പൊ എന്തായി? 32 ചോദ്യമായിരുന്നു. 32 യൂണിറ്റിനേക്കാൾ നല്ലത് എത്രയാണ്? കുറഞ്ഞത് 36 യൂണിറ്റ് ആണെന്നുള്ള ലോജിക്കിട്ട്. അത്രയും പോയില്ലേലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മിനിമം ഇതുണ്ടാകണം 32. ക്ലിയർ ആയോ? അല്ലേ? ഇനി സാറ് ചോദിച്ചത് ഞാൻ മുമ്പേ ആൻസർ ചെയ്തോ നോക്കാവോ? ഇനി ചോദിക്കാവോ? ഞാൻ സാർ ചോദിച്ച കാര്യം. ആ കാര്യം ഞാൻ അടുത്ത സ്റ്റേജ് കൊണ്ട് കഴിഞ്ഞിട്ട് മറുപടി മുമ്പേ ചോദിച്ചാൽ ഉത്തരവാണ്. ഇപ്പൊ പറഞ്ഞ കാര്യം വെച്ച് സാറ് പറഞ്ഞ കാര്യം ശരിയാണ്. ഞാൻ പറഞ്ഞ നിലവിലത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം വെച്ച് സാറിന്റെ ലോജിക്ക് ശരിയാണ്. അതിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇവിടെ എന്താണ്, പാർട്ട് എയിൽ നിന്ന് മൊഡ്യൂൾ 1-ൽ നിന്ന് ചോദ്യം ചോദിക്കുന്നില്ലാത്തതുകൊണ്ട് അതിനകത്ത് ചോദ്യം ഇടണ്ട. അതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇപ്പൊ ചോദ്യം ചോദിക്കണേ അപ്പൊ എന്ത് വേണം? അവിടെ യൂണിറ്റ് ഉണ്ടാകണം, യൂണിറ്റിന് ചോദ്യം ഉണ്ടാകണം. അതല്ലേ ഡൗട്ട്? ഓക്കെ. ഇനി ഞാനത് മാറ്റി പറയുകയാണ്. മാറ്റി പറയുന്നതിന്റെ സാഹചര്യം മനസ്സിലാകണം. ഇപ്പൊ നമ്മള് ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെ കാര്യം എൻ്റർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മൊഡ്യൂള് സെക്ഷൻ ഏതാന്ന് പറയണം, മൊഡ്യൂൾ ഏതാന്ന് പറയണം, സിഒ ഏതാന്ന് പറയണം, അല്ലേ? ഇനി അപ്പൊ അടുത്ത പ്രശ്നം എന്താണ്? സിഒയുടെ കണക്കിനും യൂണിറ്റും എന്ത് വേണം? പാർട്ടിലും ചോദ്യം ഉണ്ടാകണം. അതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ്. അപ്പൊ അടുത്തത് എന്താണ്? മുമ്പത്തെ പോലെ തന്നെ ടോട്ടൽ മാർക്ക് എന്ത് തന്നെയാണ്? 70-ന് പകരം 104 തന്നെയാണ്. മണിക്കൂർ എത്രയാണ്? 60 തന്നെയാണ്. ആ മാറ്റം ഉണ്ടാവോ? എഗെയിൻ എന്താണ്? ഒരു മണിക്കൂർ പഠിപ്പിച്ചാൽ എത്ര മാർക്ക് ചോദ്യം ചോദിക്കാന്നുള്ളതിന് മാറ്റം ഉണ്ടാവുമോ? അത് സെയിം അല്ലേ? 1.73 വരെ സെയിം ആണ്. പക്ഷേ നമ്മൾ മുമ്പേ 4 മൊഡ്യൂൾ എന്ന് പറഞ്ഞാലും സിഒ ചിലപ്പോൾ എത്രയാണ് കാണാം? 5 4 3 ഒക്കെ കാണാം. എന്ത് വരാം? ഓരോ സിഒയ്ക്ക് എത്ര മണിക്കൂറിന്റെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു സിലബസ് വെച്ചിട്ടില്ലേ? ഉണ്ടാവും. അപ്പൊ എന്ത് വേണം? ഈ സിഒയിൽ നിന്നെല്ലാം എത്ര മണിക്കൂർ പഠിപ്പിക്കുന്നുണ്ടോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ചോദ്യം ചോദിക്കണം, അല്ലേ? ഇപ്പൊ മൊഡ്യൂളിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ സിഒയ്ക്കും? കാരണം എന്താണ്? നമ്മൾ OBE വെച്ചിട്ടാണ് റിസൾട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ മാർക്ക് ഉള്ള സിഒയിൽ നിന്ന് കൂടുതൽ ചോദ്യം നമ്മൾ ചോദിക്കണം, അല്ലേ? അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? ഏത് സിഒയിൽ നിന്ന് എത്ര മാർക്കിന്റെ ചോദ്യം ചോദിക്കണം എന്ന് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പൊ നമ്മൾ മുമ്പേ കണ്ടു, 1 മണിക്കൂർ സിലബസ് കണ്ടന്റ് ഉള്ള സിഒ ആണെങ്കിൽ 1.73 മാർക്കിന്റെ ചോദ്യം ചോദിക്കണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ 5 സിഒ ഉള്ള ഒരു ചോദ്യമാണ് എടുത്തേക്കുന്നത്.
CO1 വേണ്ടിയിട്ട് നമ്മൾ 8 മണിക്കൂർ അലോട്ട് ചെയ്തു. CO2 സിലബസിൽ 14 മണിക്കൂറാണ്. ഇതെല്ലാം സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നമുക്കായിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കരുത്. സിലബസ് COക്ക് ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്ര മണിക്കൂർ തന്നെയാണ്. പക്ഷെ ഞാൻ അത് പഠിപ്പിച്ചപ്പോൾ എനിക്ക് മാറ്റി മറ്റേ CO അതിന് കൂടുതൽ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് മാർക്ക് മാറ്റരുത്. സിലബസ് ആണ് ആധികാരിക രേഖ. സിലബസിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഡോക്യുമെന്റ് ആണ്. അപ്പം CO2 വേണ്ടിയിട്ട് 14 മണിക്കൂർ സിലബസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 14 മണിക്കൂറായിട്ട് കണക്കാക്കണം. CO3 18, CO4 8, CO5 5. ഇനി അതിനെ എന്ത് ചെയ്യാം? 8 × 1.73 14 മാർക്ക് കിട്ടും. CO2 24 മാർക്ക്, CO3 31 മാർക്ക്, CO4 14 മാർക്ക്, CO5 21 മാർക്ക്. അപ്പൊ CO വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ കിട്ടിയില്ലേ? ഇത് എവിടെ ഉണ്ടാകണം? പാർട്ട് ABC ഉണ്ടാകണം. അപ്പം മൊത്തം എന്താ ചോദിക്കാവുന്നേ? CO1 14 മാർക്കാണ് ഉള്ളത്. CO1 14 മാർക്ക് ആയതുകൊണ്ട് നമുക്ക് അവസാനത്തെ ചോയ്സില് 4 ചോദ്യം ചോദിക്കത്തുള്ളൂ അല്ലേ? അപ്പൊ എല്ലാ CO നിന്ന് എസ് ചോദിക്കാൻ പറ്റുമോ? 5 CO ഉണ്ട്, 4 ചോദ്യം ചോദിക്കുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ തീരുമാനം എടുക്കണം, ഇതിലേത് COക്കാണ് എസ് ചോദിക്കാവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? അതിലെ കൂടുതൽ മാർക്കുള്ള അതിനോട്ട് അലോട്ട് ചെയ്ത് പോകണം, എന്നിട്ട് താഴോട്ട് പോകണം. അപ്പൊ ഇവിടെ നോക്കി പാർട്ട് ഡിയിൽ ഇപ്പൊ ഏത് CO എന്നൊക്കെ ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു നമ്മള്? CO2, 3, 4 and 5. CO1 അവിടെ 10 മാർക്കിന് ചോദ്യം ചോദിക്കാമല്ലോ. അത് ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും കുറയും. അപ്പൊ നമ്മൾ തീരുമാനിച്ചു CO1 നിന്ന് പാർട്ട് ഡി ചോദിക്കുന്നതിന് പകരം 2 തൊട്ട് 5 വരെ കൊടുത്ത് പാർട്ട് ഡി ചോദിക്കാൻ തീരുമാനിച്ചു. ക്ലിയർ ആയോ? അപ്പൊ എന്തായി? CO1 നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പാർട്ട് ഡിയിലേക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല അല്ലെ? ഇനി നമ്മൾ നോർമൽ ലോജിക്കില് ഈ CO1 എവിടെ ഏത് മോഡ്യൂളിലായിരിക്കും ഉണ്ടാകാൻ ചാൻസ്? ഒന്നാമത്തെ മൊഡ്യൂളിലാണ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞപ്പോ എന്തായി? ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് പാർട്ട് എയിലേക്ക് ചോദ്യം വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഈ രണ്ടാമത്തെ ലോജിക്ക് വന്നപ്പോ എന്തായി? എന്താണ്? പാർട്ട് ഡിയിൽ ചോദ്യം വേണ്ടെന്നായി. അപ്പൊ ഇത് രണ്ടും കൂടെ വർക്ക്ഔട്ട് ആണെങ്കിൽ എന്ത് വേണം? അപ്പം രണ്ടിലും ചോദ്യം വേണം അല്ലെ? ഒരു ലോജിക്ക് വെച്ച് നമുക്ക് ഒരിടത്ത് വേണ്ടെന്ന് പറയാം, പക്ഷെ അടുത്ത ലോജിക്ക് വെച്ച് വേണ്ടെന്ന് പറയാം. അപ്പൊ ഇത് എന്തും കൂടെ വേണം, ഇത് രണ്ടും കൂടെ വർക്കാവുന്ന ലോജിക്ക് നമ്മൾ എടുക്കാവുള്ളൂ. പിന്നെ അടുത്ത് നോക്കിയേ, CO1 എത്ര ചോദ്യം വേണമെന്നായി? 3, 3, 6, 7 ചോദ്യം വേണമെന്നായി. അപ്പൊ CO1 പറ്റുന്ന യൂണിറ്റുകളിൽ നിന്ന് യൂണിറ്റുകൾ എത്ര എണ്ണം ഉണ്ടാകണം? CO1 ഉള്ള യൂണിറ്റുകൾ 7 എണ്ണം ഉണ്ടാകണം. അപ്പൊ നമ്മൾ മുമ്പേ മൊഡ്യൂൾ 1 വെച്ചിട്ട് പറഞ്ഞാൽ മൊഡ്യൂൾ 1 എത്ര യൂണിറ്റ് മതിയായിരുന്നു? 3 യൂണിറ്റ് വരെ. ചിലപ്പോ ഈ CO1 മൊഡ്യൂൾ 1 മാത്രമാണുള്ളെങ്കിൽ മുമ്പത്തെ 3 പറ്റത്തില്ല. എത്ര യൂണിറ്റ് ആയിട്ട് ഉണ്ടാക്കണം? അതിനെ 8 എണ്ണം ആകണം. ക്ലിയർ ആയോ? ഈ രണ്ടും കൂടെ പറ്റുന്ന ഒരു സാധനം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് ടോട്ടൽ യൂണിറ്റ് 32 ആയിരിക്കും വേണ്ടത്. 32 ചോദ്യമാണ്, 32 യൂണിറ്റ് ആണ് വേണ്ടത്. പക്ഷെ എന്താണ്? ഒന്ന് മൊഡ്യൂൾ വെച്ചിട്ട് യൂണിറ്റിന്റെ കണക്കെടുക്കണം, രണ്ടാമത് CO വെച്ചിട്ട് കണക്കെടുക്കണം. അപ്പൊ ചിലപ്പോ എന്താവും? ഈ 32 തന്നെ നിൽക്കാൻ ചാൻസ് ഇല്ല, യൂണിറ്റിന്റെ എണ്ണം കയറി പോവും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഈസി ഉണ്ടാകാൻ ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ. 4 മൊഡ്യൂള്, എല്ലാ മൊഡ്യൂളിനും 15 മണിക്കൂർ. ഓരോ മൊഡ്യൂളിന് ഒരു CO ആണെങ്കിൽ വേറെ ലോജിക്കൊന്നുമില്ല. എന്താണ്? രണ്ടും ഒരേ കണക്കായിരിക്കും, ഒരേ യൂണിറ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ സിലബസ് ചെയ്തപ്പോൾ എല്ലാത്തിനും കിടക്കട്ടെ ഓരോ CO. ഈ CO അടുത്തടുത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ 1, 2 എന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അന്ന് പറഞ്ഞപ്പോ അത് പറ്റത്തില്ല. എന്താണ്? ആ CO ഇവിടെ ഇല്ലെങ്കിൽ ഇത് നടക്കത്തില്ല, ഇല്ലെങ്കിൽ താഴെ വീഴും എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പൊ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും കാര്യത്തില് നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിനകത്ത് CO വെച്ച് മണിക്കൂറിന്റെ കാര്യം പറഞ്ഞു. അപ്പം അതിനകത്ത് യൂണിറ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സിലബസിൽ കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റപ്പ് തന്നിട്ടില്ലെന്ന് വെച്ചോ. അതായത് ഒരു മൊഡ്യൂൾ അതിനകത്ത് പല കണ്ടന്റ് ഉണ്ട്. പല കണ്ടന്റിന് നേരെ ഓരോ CO ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു
രണ്ടിനും ഡിവൈഡ് ചെയ്യാം ഈക്വൽ ആയിട്ട്. അതായത് ഇപ്പൊ നമുക്ക് അതിനു വേണ്ടി 10 മണിക്കൂറാണെന്ന് വെച്ചോ. 10 മണിക്കൂറുള്ള ഒരു സെഷനാണ്. അവിടെ 2 CO ഉണ്ടെങ്കിൽ ഒന്നാമത്തെ COയ്ക്ക് 5 എന്നും രണ്ടാമത്തെ COയ്ക്ക് 5 എന്നുമാണ് കണക്ക് കൂട്ടുന്നത്. 3 എണ്ണം ഉണ്ടെങ്കിൽ അത് 3, 3, 4 എന്നാണ്. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് ലോജിക്ക്. ഒരു മൊഡ്യൂളിന് നേരെ ഒന്നിൽ കൂടുതൽ CO ഉണ്ട്. ആ മണിക്കൂറിനകത്ത് എന്തുണ്ടാകണം, എത്ര CO ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് തുല്യമായിട്ട് എടുക്കുക. അൺലസ് അവിടെ ഓരോ യൂണിറ്റിനെ നേരെ ഇന്ന CO ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. ഒന്നിൽ കൂടുതൽ CO ഉണ്ടെങ്കിൽ അതിനെ വീതം വെച്ചെടുക്കുക, തുല്യമായിട്ട് വീതം വെച്ചെടുക്കുക. ഉണ്ടോ? ക്ലിയർ ആയോ? അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കണ്ടതിനനുസരിച്ച് ക്വസ്റ്റ്യനുകളെല്ലാം 10 ഇരട്ടി ഉണ്ടാക്കണം. അപ്പൊ പറയുന്നത് എന്താണ്? സിമ്പിൾ അല്ലെ? പാർട്ട് ഡിയില് 5 CO, ഓരോന്നിലും 5 CO ആണ്. 10 ഇരട്ടി ആകുമ്പോ 50 വെച്ച് 200 ചോദ്യം. 200 ചോദ്യങ്ങളുടെ പരിപാടി നടക്കുമോ? അപ്പം ഇല്ല. ഇനി ചോദ്യത്തിന്റെ എണ്ണം വെച്ചിട്ടാണെങ്കിൽ എത്ര എണ്ണം വേണം? 32 ചോദ്യം വേണ്ട. അതിന്റെ 10 ഇരട്ടി എടുത്താല് 320 ചോദ്യം. അതുകൊണ്ട് പരിപാടി നടക്കുമോ? അപ്പം അപ്പൊ എന്തുകൊണ്ടാ ചോദ്യം കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ലോജിക്ക് ഇപ്പൊ മനസ്സിലായോ? നിങ്ങളുടെ ഈ ചോദ്യം ഉണ്ടായെന്ന് മാത്രം കാര്യമില്ല. ചോദ്യത്തിന് കാരണം എന്താ? സിസ്റ്റത്തിന് അറിയത്തില്ല. മറ്റൊരിടത്ത് ഇഷ്ടം പോലെ ചോദ്യം ഉണ്ട്, അവിടുന്ന് ലാവിഷായിട്ട് എടുക്കാം. ഇവിടുത്തെ കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് സിസ്റ്റത്തിന് അറിയത്തില്ല. സിസ്റ്റം എന്തേ ഉള്ളൂ? റൂൾ ഒബേ ചെയ്യും. ആരൊക്കെ ചെന്ന് എന്നൊക്കെ പറഞ്ഞാലും കാര്യമില്ല. ഇതാണ് അതിന്റെ ബേസിക് റൂള്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സാധനങ്ങളാണ്. സമയത്തിൽ മാറ്റമില്ല. എന്നാ ഇതായി. താങ്ക് യു. അടുത്ത സെഷനില് നമുക്ക് പോർട്ടലിനെ പരിചയപ്പെടുത്താം. ഇതെങ്ങനെയാണ് അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം ഒരു ഇൻഡിവിജ്വൽ കേസസിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മള് ഫിസിക്സിന്റെ അകത്ത് പറയുന്നുണ്ട് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച്. ഇത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇനി ആരും മനസ്സിലാക്കാനും പോണില്ല. അതുകൊണ്ട് എന്താണ്, നമ്മുടെ നോളജ് കൂടിയ ലെവലില് ഇഗ്നോറൻസ് ആയെന്നാണ്. നേരത്തെ അറിയാവുന്ന കാര്യങ്ങളോട് കോംപ്ലിക്കേറ്റ് ആയെന്നാണോ ഇതിന്റെ അർത്ഥം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, പോകരുത്, തീർന്നില്ല. ഒരു കാര്യം ഒറ്റയ്ക്ക്. ഇപ്പൊ ഈ ഉച്ച കഴിഞ്ഞുള്ള സെഷനില് പോർട്ടൽ കാണും, സാർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഉച്ച കഴിഞ്ഞ് വരുമ്പോ ആ സബ്ജക്ട് തിരിച്ചുള്ള ഗ്രൂപ്പായിട്ടൊന്നും ഇരുന്നാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കേണ്ട ഒരു സിലബസ് കോമൺ ആയിട്ട് എടുക്കുക. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കേണ്ട. സംസ്കൃതത്തിന് പ്രശ്നമില്ല, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇവിടെ അങ്ങനെയല്ല, എല്ലാത്തിനും പരീക്ഷയില്ല. തിയറി പരീക്ഷ ഉള്ള ആ പേപ്പർ എടുക്കുക, കോമൺ ആയിട്ട് എടുക്കുക, അതിന്റെ പ്രിന്റോ അതിന്റെ സോഫ്റ്റ് കോപ്പി എടുക്കുക. ഈ ലോജിക്ക് മുഴുവൻ നിങ്ങളുടെ പേപ്പർ വെച്ചിട്ടൊന്ന് വർക്ക് ചെയ്യണം. ഇപ്പൊ ഈ കേട്ട ലോജിക്ക് ഉണ്ടല്ലോ, ഇപ്പൊ സാറ് പറഞ്ഞത് 4 ABCD ആണ്. നമുക്ക് ABCD ഉണ്ടാവണമെന്നില്ല. AO BO ചിലപ്പോൾ ABCA കാണുള്ളൂ. ചിലപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഈ രീതിയിൽ വേണമെന്നില്ല. നമുക്ക് CO വ്യത്യാസം ഉണ്ടാവാം. ആ നമ്മുടെ ലോജിക്കിൽ ഇത് വർക്ക് ചെയ്യുന്നത് ഈസിയാണ്. ഇതിങ്ങനെ ജനറൽ ആയിട്ട് കേൾക്കുമ്പോഴാണ് ഈ പ്രയാസമുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ പാറിപ്പോയ കിളിയൊക്കെ നമുക്ക് തിരിച്ചു വിളിക്കാം. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ സ്വന്തം സിലബസ് ഒന്നിച്ചിരിക്കാനുള്ള ഈ ഫോർമേഷൻ വേണമെന്നില്ല. നമുക്ക് വട്ടത്തിൽ ഇരിക്കണം, എങ്ങനെ ഇരിക്കാം, ആ രീതിയിൽ ഇത് ആലോചിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ തീർത്തിന് പോകണം. സാറ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ സ്പെസിഫൈ എംഫസൈസ് ചെയ്ത് പറയാണ്. സംശയം തീർത്തിട്ടേ പോകാവൂ, എന്റെ പിന്നാലെ വരരുത്. പിന്നെ ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആണ്. ഗസ്റ്റ് ആയിട്ട് വന്ന് എല്ലാവരും ഇവിടെ സ്റ്റേ